ഈ സിനിമ ഒരു നേരം പോക്കിനു വേണ്ടി മാത്രമുള്ളതാണ്. മോഷണമെന്ന് പറയുന്നത് തെറ്റല്ലെന്നും അതിനെ ന്യായീകരിക്കുന്നതുമല്ല ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും കളവ് ചെയ്യരുത്. കാരണം അത് ചെയ്യാൻ ഞങ്ങളുണ്ട്. മൊത്തത്തിൽ ഈ പടം നോ ലോജിക്, ഓൺലി മാജിക്. Absolutely magnificent. Dhoni finishes off in style. A magnificent strike into the crowd. India lift the World Cup. After 28 years, the parties start in the dressing room. അങ്ങനെയിരിക്കെ അല്പസമയത്തിന് മുമ്പ് ചേപ്പാക്കം ഗ്രൗണ്ടിൽ നടന്നിരുന്ന വേൾഡ് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ജയിച്ച ഇന്ത്യൻ ടീമിന് ഒറിജിനൽ കപ്പിന് പകരമായി റെപ്ലിക്ക എന്ന പേരുള്ള ഡ്യൂപ്ലിക്കേറ്റ് കപ്പ് നൽകിയതിനാൽ ആരാധകരുടെ ഇടയിൽ സംശയം കൂടുതൽ വർദ്ധിക്കാൻ ഇടയായി. Welcome to the Bangabandhu Stadium in the heart of Dhaka. It is the opening ceremony of the ICC Cricket World Cup 20. ക്രിക്കറ്റ് വേൾഡ് കപ്പ് ട്രോഫി 4 വർഷത്തിലൊരിക്കൽ പല ടീമുകൾക്ക് മാറി മാറി കൊടുത്തുകൊണ്ടിരുന്നു. 1983 ശേഷം 28 വർഷം കഴിഞ്ഞ് 2011 നമ്മുടെ ഇന്ത്യൻ ടീം വേൾഡ് കപ്പ് കരസ്ഥമാക്കിയത്. ഇന്ത്യയും ശ്രീലങ്കയും ആ കപ്പ് കരസ്ഥമാക്കാൻ എത്രമാത്രം പോരാടി, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്. ആ കപ്പ് കളിക്കാതെ നേടിയെടുക്കാൻ മറ്റൊരു ടീമും ഇറങ്ങി. ആ യൂസ്ലെസ് ഫെലോസ് ആരാണ്? ഈ ഒന്നിനും കൊള്ളാത്ത യുവമാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളിപ്പോൾ കാണാൻ പോകും. ശിവ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ജീവൻ. ഹാക്കിംഗ് അവന്റെ ഹോബിയാണ്. ഈ ഒരു ഐറ്റം കൊണ്ട് മാത്രം എഞ്ചിനീയറിംഗ് കോളേജിൽ ജാട കാണിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഹാക്ക് ചെയ്ത് കാണിച്ചേ. കമോണ്ടാ ശിവ, കൊളവാക്കല്ലേ ശിവ. സമയം പോന്നളിയാ. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ. കോളേജ് കൊണ്ട് മാത്രം നിർത്തിയില്ല, സോഫ്റ്റ്വെയർ കമ്പനിയിലും ഇത് തുറന്നുകൊണ്ടേ. പിന്നീട് എന്ത് സംഭവിച്ചു? ശങ്കർ പറയൂ ശിവ, നമ്മുടെ കോമ്പറ്റീറ്റീവ് കമ്പനിയുടെ മൊത്തം ക്ലയന്റ് ബേസും പേഴ്സണൽ ഡീറ്റെയിൽസ് ഈ ഹാർഡ് ഡിസ്കിൽ കയറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരിക്കലും നീ നമ്മുടെ കമ്പനിയുടെയും സെൻസിറ്റീവ് ഡേറ്റ മോഷ്ടിക്കുമെന്ന് എന്താ ഉറപ്പ്? ശങ്കർ സോ സോറി ശിവ, അൺഎത്തിക്കൽ റീസൺസ് കാരണം നിങ്ങളെ ജോബിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുക. സോ യു വിൽ ഓൾസോ ബി ബ്ലാക്ക് ലിസ്റ്റഡ് ഫ്രം ജോയിനിങ് എനി അതർ കമ്പനി. എന്നോട് പങ്കായി തന്ന നടന്നോടെ ഉള്ള മൊത്തം എന്നോട് പറയാൻ എത്ര കാര്യങ്ങൾ ഇഷ്ടത്തോടെ മുന്നോട് നീയും ഇമ്പത്തോടെ പോലെ നേടിടാമെന്നെ. ഒറിജിനൽ ബേട്ടി റെഡി റെഡി. അഞ്ജലി രഘുവരന്റെ ഏക മകൾ. വർഷങ്ങളായിട്ട് വലിയ വലിയ ബിസിനസ്സുകാരുടെ ഇടയിൽ പുരാതന വസ്തുക്കൾ, റയർ കളക്ഷൻസ് ഇവയെല്ലാം വിറ്റുകൊടുക്കുന്നതിൽ വലിയ കിലാടിയായിരുന്നു ഇവളുടെ അച്ഛൻ. തന്റെ അച്ഛനെ കടത്തി വെട്ടുമായിരുന്നു മകളും. ചെയ്യുന്ന ജോലിയിൽ താല്പര്യമുണ്ടെങ്കിൽ അതെന്ത് തെറ്റാണെങ്കിൽ ആത്മാർത്ഥതയുണ്ടാവും. എനിക്ക് ഈ ജോലിയാണ് ഇഷ്ടപ്പെട്ടത്. ഓരോ തട്ടുകടയിലും കൈക്കൂലി മേടിച്ചിട്ട് ഓസിൽ കപ്പ ബിരിയാണി തിന്നുന്നതാണ് ഇയാളുടെ വിനോദം. ഈ കോൺസ്റ്റബിൾ ആരാന്നറിയണ്ടേ? ഇദ്ദേഹത്തിന്റെ പേരാണ് ബഡി എന്ന പത്മനാഭൻ. ശിവയുടെ ഫേവറേറ്റ് തട്ടുകടയിലും ഇദ്ദേഹം പിരിവെടുക്കാൻ മറന്നില്ല. അവിടെ വെച്ചാണ് ഇവര് ഫ്രണ്ട്സ് ആയതും. ആസ്ഥാനത്ത് സാഹിത്യം പറയാൻ ഇയാൾ മടിക്കില്ല. എന്താന്ന് ചോദിക്കരുത്, അത് ശീലമായി. എല്ലാ കമ്പി കൊണ്ടും എല്ലാ പൂട്ടും തുറക്കാൻ പറ്റില്ല. അങ്ങനെ തുറക്കുന്ന കമ്പി എല്ലാവർക്കും കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല.
അതിനൊരു കഴിവ് ഇരുട്ട് വന്നാൽ അങ്ങേ പോരും ഇരുട്ട് പോയാൽ എങ്ങേ പോരും പുട്ടും കെട്ടും തട്ടി കൂട്ടി മുട്ടി തട്ടി പൊളിച്ചിട്ട് തിട്ടം വെച്ച് തിരിച്ചിട്ട് കൂട്ടായി ഇപ്പോ പുട്ടും കെട്ടും പൊളിച്ചത് പാട്ടായി പാട്ടായി ടച്ച് ഹാപ്പി എല്ലാത്തിലും ബ്രോസ് do it with style that's how it goes. ഹായ്, ഇത് കൊള്ളാമല്ലോ. അലമാരി കുത്തി തുറക്കുന്നതിൽ പ്രഗത്ഭനായ ഇദ്ദേഹം പല പ്രാവശ്യം കോൺസ്റ്റബിൾ ബഡ്ഡിയുടെ അടുത്ത് കുടുങ്ങിയിട്ട് ഫ്രണ്ടായി കമ്പി കയറ്റ. ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് 2 പ്രാവശ്യം ആലോചിക്കണം. ആ കാര്യം നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും ഉറച്ചു തന്നെ നിൽക്കണം. ആ ഒരു വിഷയം ഒരു സ്ത്രീയാണെങ്കിൽ അത് അതിലും ഉറച്ചതായിരിക്കണം. സേതു ആന്റിക്സ് ആയ വസ്തുക്കളെല്ലാം വാങ്ങി വിൽക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. സേതു ആന്റിക്സ് എന്നൊരു കടയുമുണ്ട്. ലീഗലായിട്ടുള്ള വസ്തുക്കൾ കടയിലുണ്ട്, ഇല്ലീഗലായിട്ടുള്ള വസ്തുക്കളെല്ലാം കടയ്ക്കടിയിലാണ് കിട്ടുന്നത്. സേതു അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്ന വസ്തുക്കളെല്ലാം വിറ്റുകൊടുക്കുന്നത് അഞ്ജലി. സേതുവിന്റെ ചേട്ടന്റെ മകനാണ് ശിവ. ചേട്ടപ്പനോടൊരു സ്നേഹമില്ല, ബഹുമാനവും. നിസാം മ്യൂസിയം, ഹൈദരാബാദ്. ഇവിടെയാണ് നമ്മളുടെ ആദ്യത്തെ ഓപ്പറേഷൻ. മ്യൂസിയത്തിന്റെ പുറകിലായിട്ട് ആരും ഉപയോഗിക്കാത്ത ഒരു ഗേറ്റ് ഉണ്ട്. നമ്മുടെ എടുത്തിയാട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മ്യൂസിയത്തിന്റെ പുറകുവശം നമ്മളങ്ങ് തകർക്കും. 24 hours സെക്യൂരിറ്റിയുള്ള സ്ഥലമാണ്. കുടുങ്ങിപ്പോയ ചമ്മന്തിയാവുന്ന ഉറപ്പാ. അവിടെ താഴെ ഒരു റെസ്ട്രിക്റ്റഡ് റൂമുണ്ട്. ആ എൻട്രി ഇല്ലാത്ത റൂമിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അടിച്ചു മാറ്റണം. ഓ, ഇതാണ് പൂട്ട്. ഇത് ഫോട്ടോ. ആ, ഈ പൂട്ട് അവിടെയുണ്ട്. തമാശ പറയാൻ കണ്ടൊരു നേരം. ഇതിനു മുമ്പ് ആരും ഇതിനകത്ത് കമ്പി വിട്ടിട്ടുണ്ടല്ലോ. ബട്ട് കുഴപ്പമില്ല, ഇതുള്ളത് വരെ എനിക്കൊരു പഞ്ഞമില്ല. നല്ല ഇടി കിട്ടും. ഇതാണ് അവിടെയുള്ള CCTV. അയ്യേ, ഇതല്ലേ ഐസവനാ? ജാംബവാന്റെ കാലത്തുള്ള VGA മോഡൽ. നൈറ്റ് വിഷൻ പോലും ഇല്ല. വെറും 7 മീറ്റർ മാത്രമേ റേഞ്ച് ഉള്ളൂ. ഇതൊക്കെ വെറും നിസ്സാരമല്ലേ ചിറ്റപ്പ? എന്താണേലും മാസ്ക് ധരിച്ചു വേണം പോകാൻ. അതാണ് സേഫ്റ്റി. എന്നാ ഓപ്പറേഷൻ? വെള്ളിയാഴ്ച. മനോഹരവശാനെ അങ്ങ് തന്നെ എല്ലാം ചെയ്യണം. ഞാനെല്ലാം ചെയ്യണമെന്നോ? ഞാൻ ഓക്കെയാണ്, പെണ്ണോക്കെയാണോ? ഇവരുടെ കൂടെ പോയാൽ അടി ഉറപ്പാണ്. എന്തൊരു വിശാലമായ പിൻവാതിൽ. എടാ, ഫോട്ടോയിൽ കണ്ട പൂട്ടല്ലടാ ഇത്. അവരിവിടെ എന്താണ് ചെയ്യുന്നത്? ശിവ, എന്തുവാണ് നിന്റെ കയ്യിലെല്ലാം? എടാ, നമ്മൾ കോട്ടയത്ത് പോയി മോഷ്ടിച്ചു പോലെ ആരും കേട്ടോ. എടാ, വളരെ കൃത്യമായിട്ട് സൂക്ഷിച്ചു കയറണം. അതൊക്കെ ഉടുമ്പിനെ പോലെ വൈദഗ്ധ്യമുള്ളവർ. ഇതിങ്ങനെ മേലേക്ക് പൊക്കി എറിയണം. ബഡി ക്യാച്ച്. അയ്യോ മാതാശ്രീ, കറുത്ത കയറ് കയറാൻ, വെള്ളക്കയറ് ഇറങ്ങാൻ. ഓ, കുഴഞ്ഞു പോവും. സീ യു ഡാർലിംഗ്. ആ, ഇവിടെ ഒരെണ്ണുണ്ടോ? എന്നാ പിടിച്ചു. ശില്പങ്ങളുടെ ഭാരം താങ്ങാനുള്ള വസ്തു ഇവിടെയുണ്ട്. വെള്ളക്കയറെ പിടിച്ച് കയറി വരരുത്, കറുപ്പ് കയറെ പിടിച്ചോണം കയറി വരാൻ. അറിയാൻ കരടി, നീ ആദ്യം അകത്ത് ചെല്ലേ.
ഓ എന്തുമാത്രം ശില്പങ്ങൾ. ഇതിലിട്. ഇട്ടോ. അവൻ എന്ത് പൊക്കണമെന്നറിയില്ല. എന്തിനാണ് ശബ്ദം ഉണ്ടാക്കുന്നത്? സൂചന നൽകിയതാണ്. ചെവിക്കലടിച്ച് പിടിച്ചാൽ കർണക്കുറ്റിക്കൊന്നും തന്നാണ്ടല്ലോ. വേഗം താവിട്ട് ഇറക്കടാ. റെസ്ട്രിക്റ്റഡ് റൂമാണോ? ഓ, ബോർഡ് ചെറുതായിട്ട് ചുരുക്കി എഴുതി നോക്കിയതല്ലേ? ഷോർട്ട് ഫാം. വാവ്, എന്തൊരു സുഖമാണ്. കമ്പി കൗണ്ടിങ് സ്റ്റാർട്ട്സ്. 10, 9, 8. ഇടിക്കളിയാ. ഈ കമ്പ്യൂട്ടറിലുള്ള പെണ്ണെ പേടിക്കാനാണ്. ഇത് മാത്രം തന്നെ മൂടി വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ മഴ നനയായിരിക്കും മൂടി വെച്ചാൽ. ഇങ്ങോട്ട് വന്നേ. എന്താ നോക്കാം. അയ്യോ, തെലുങ്കാണല്ലോ എഴുതിയിരിക്കുന്നത്. ഓ, ഇതാണോ തെലുങ്ക്? നൈസ് ടു മീറ്റ് യു. ഞാൻ ഹിന്ദിയാ പഠിച്ചേ. ഒരുപക്ഷെ ഇത് രാജാവിന്റെ കല്യാണക്കുറിയായിരിക്കും. നമ്മളെ വിളിച്ചില്ലല്ലോ. നോക്കടാ, വെണ്ണക്കല്ല് കടഞ്ഞു വെച്ചിരിക്കുന്ന പോലത്തെ ഒരു മുഖം. ആംബുലൻസ് വരുന്നതാ. സെക്യൂരിറ്റി അലാമാടാ. ഈ അലാറം ഇപ്പോഴെന്തിനാണ് അടിക്കുന്നത്? രാവിലെ അടിച്ചാ പോരെ. ഞാനും വരുന്നു. അയ്യോ, അപകട സൂചന. കറുത്ത കയറിലൂടെ വേണം ഇറങ്ങാൻ. ആശാനെ, പതിവ് പോലെ ഞാൻ കുടുങ്ങി. രക്ഷപ്പെടുത്താൻ പിടിക്കടാ. നേരെ പാതാളത്തിലേക്ക് കിടക്കട്ടെ. കസ്റ്റംസ് ഓഫീസേഴ്സ് ഇറിറ്റേറ്റ് ചെയ്യുക. Let me just get back to the bank. ഐസിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുട്ടയുടെ ഒരു ഒലിപ്പീരുണ്ടല്ലേ.
ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാൻ ടീം 10 വിക്കറ്റ് വ്യത്യാസത്തിൽ വെസ്റ്റ് ഇൻഡീസ് ടീമിനെ തോൽപ്പിച്ച് സെമി ഫൈനലിൽ മുന്നിലെത്തി. ചിറ്റപ്പ, ഈ മനുഷ്യൻ എവിടെ പോയി കിടക്കുക? ഹേയ്, ഇത് ഇതുവരെ വിറ്റുപോയില്ലേ? അതൊക്കെ ആരും അങ്ങനെ. ചിറ്റപ്പ, അതെല്ലാം ആന്ധ്ര മ്യൂസിയത്തിന്റെ അടിച്ചു മാറ്റിയതല്ലേ, അത് മാത്രം മാറ്റി വെക്കി, അവൻ ഫോട്ടോ എടുക്കട്ടെ. ഏയ്, മനോഹരമായൊരു ശില്പം. ഇതുപോലെയുള്ള പെയിന്റിങ്സിന് ബയേഴ്സിനെ കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കമ്മീഷൻ വേണമെങ്കിൽ എക്സ്ട്രാ ചോദിച്ചു വാങ്ങിക്കോ, വളച്ചൊടിച്ച് പറയണ്ട, നേരെ അങ്ങ് പറഞ്ഞാൽ മതി. അഞ്ജലി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അടുത്ത തവണ നമുക്ക് ഇതിലും വലുത് പൊക്കാം. ഞാൻ ഇത് കേട്ട് കേട്ട് മടുത്തു. കാണാം. പേര് ജോർജ്. ഈ കേസിന്റെ ഇൻചാർജ് ഇദ്ദേഹമാണ്. നൈസ് ടു മീറ്റ് യു സർ. ഈ കേസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇദ്ദേഹത്തിന്റെ കൊടുക്കണം. സീ ദിസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പബ്ലിക്കിനോ മീഡിയക്കോ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇത് നമ്മുടെ ഗവൺമെന്റിലുള്ള ചില പ്രധാനപ്പെട്ട അധികാരികൾക്കും പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള ചില മേലുദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയൂ. 1978 നടന്ന എക്സ്കവേഷനിൽ എടുത്തൊരു ഫോട്ടോയാണിത്. 120 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്ന നിസാം രാജാവ് ഈ പടത്തിൽ കാണുന്നത് പോലെ ഒരു ബ്രിട്ടീഷ് റാണിയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. ഈ ചിത്രം പുറത്തു വന്നാൽ അദ്ദേഹത്തെ ഇന്നും ധീരനായും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായും കണ്ടിരുന്ന ആളുകൾ ഇതൊരു വലിയ പ്രശ്നമാക്കാൻ സാധ്യതയുണ്ട്. ദാ ഈ ഫോട്ടോ നോക്കി. ഓക്കെ. അത് മാത്രമല്ല, ദാ ഈ ഭാഗം നോക്ക്. ആ രാജാവ് യുവറാണിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവർക്കൊരു സ്വർണ്ണക്കനി സമ്മാനമായി നൽകി. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഈ സംഭവങ്ങളൊക്കെ പുറത്തറിഞ്ഞാൽ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഈ ചിത്രം പുറത്താരും അറിയാതെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് 1923 പ്രകാരം ഗവൺമെന്റ് ഇവിടെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി മ്യൂസിയത്തിൽ നടന്ന മോഷണ ശ്രമത്തിനിടയിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ചിത്രവും അതോടൊപ്പം മോഷണം പോവുകയായിരുന്നു. ആൻഡ് വൺ മോർ തിങ്, ഈ ചിത്രത്തിൽ കാണുന്ന രാജാവും ആ കിരീടവും പിന്നെ ഈ റാണിയും, ഈ 3 കാര്യങ്ങളും സ്വർണ്ണ ഭസ്മത്തിലാണ് വരച്ചിരിക്കുന്നത്. ഇതിന്റെ ഇന്നത്തെ വില നോക്കുകയാണെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ വരും. ഒരുപക്ഷെ മോഷ്ടാക്കൾ ഈ പെയിന്റിംഗ് ഉന്നം വെച്ചായിരിക്കും സാർ വന്നിരിക്കുന്നത്. ബട്ട് മീഡിയക്ക് ഈ വിഷയം ഇതുവരെ ആർക്കും അറിയില്ല. ആ മ്യൂസിയത്തിൽ ഒരു റെസ്ട്രിക്റ്റഡ് റൂമുണ്ട്. അവിടെയുള്ള CCTVയുടെ ഫുട്ടേജസ് സുകുമാറിന്റെ കയ്യിലുണ്ട്. അത് പോയി വാങ്ങിക്കണം. മോഷണം പോയ പെയിന്റിംഗ് ആ റൂമിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ സാർ. അരിയല്ലൂരിലെ ശ്രീ പുരന്തൻ എന്നൊരു ഗ്രാമം, അവിടെയുള്ള ക്ഷേത്രത്തിലായിരുന്നു ഈ ശില ഉണ്ടായിരുന്നത്. മുഹമ്മദ് ഗജനി വന്നപ്പോൾ അത് കൈമാറി ആന്ധ്രയിലേക്ക് പോയി. 900 വർഷം പഴയ ആന്റിക്കായിരുന്നാലും 100 വർഷേ പഴമയുള്ളെന്ന് കാണിക്കാൻ ഡ്യൂപ്ലിക്കേറ്റ് കാർബൺ ഡേറ്റിംഗ് സർട്ടിഫിക്കറ്റ് റെഡി ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇത് ആന്റിക് അല്ല, ഓൾഡ് കാറ്റഗറി. ഇനി എന്തായാലും ഇതുകൊണ്ട് ഫോറിനിലേക്ക് പോവാം. അതുകൊണ്ടാണ് ഈ വില 7.5 lakhs. Smart. I'm impressed. Hey, come here. Thank you. അടിപൊളിയാണല്ലോ നാഗരാജ്. ഞാനൊരു 50,000 കൂടുതൽ തരാം. പെർമനന്റ് ആയിട്ട് എന്റെ കൂടെ വരുമോന്ന് ചോദിക്കാം നാഗരാജ്. ഹലോ. I said I'm sorry. മറ്റുള്ള പെൺകുട്ടികളെ പോലെ വിചാരിച്ചോ? നിന്റെ മോന്ത കീറിട്ട് ഞാൻ പൊയ്ക്കളയും. രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ ടീം 5 വിക്കറ്റ് വ്യത്യാസത്തിൽ ഓസ്ട്രേലിയൻ ടീമിനെ തോൽപ്പിച്ച് സെമി ഈ പാതിരാത്രിയിൽ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അതിരിക്കട്ടെ, ഞാൻ ചോദിച്ച കാര്യം എന്തായി? ദാ ഹിയർ യു ഗോ. ആരാ ഈ മുട്ടത്തലേൻ? പാർട്ടി വളരെ ജെനുവിനാ മാഡം. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുകൊണ്ടിരുത്താം. എത്ര നാളെന്ന് വെച്ചാൽ കമ്മീഷന് വേണ്ടി ജോലി ചെയ്യുന്നത്. ഓൺ സ്പോട്ട് ഡീൽ 10 കോടിയാണ്. നിങ്ങളുടെ ലൈഫ് ടൈം ഡീൽ. ഡോണ്ട് മിസ് ഇറ്റ്. The ICC Cricket World Cup trophy, a symbol of the ICC's values of excellence, integrity and inclusion. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയ ഒരു 11 കിലോ നിധിയാണിത്. വേൾഡ് കപ്പ് ട്രോഫിയെ പ്ലാൻ ചെയ്ത് അടിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു.
എയർപോർട്ടിൽ നീ ഫോട്ടോ എടുത്തില്ലേ ഒരു മൊട്ടത്തലേനെ? അവനാ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ട്രോഫിക്ക് എസ്കോട്ട്. അപ്പൊ ഈ ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ നമുക്ക് ആൾക്കാരെ വേണം അല്ലേ? അതിന് നമ്മുടെ കയ്യിൽ ആൾക്കാരുണ്ടല്ലോ. ആര്? നിന്റെ ചിറ്റപ്പന്റെ ആൾക്കാരോ? വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. നിന്റെ ചിറ്റപ്പനെ സഹിക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഒരു പെങ്കൊന്തന. ചിറ്റപ്പന് ബുദ്ധിയും കൂടുതലാ, നീ പറഞ്ഞ പോലെ നാക്കും കൂടുതലാ. പക്ഷെ പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ എടുക്കണ. ഫോർവേഡ് ചെയ്യൂ സുകുമാരൻ. ആ പെയിന്റിംഗ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളത് പ്ലേ, പ്രീവിയസ് പ്ലേ, ഫോർവേഡ്, സ്റ്റോപ്പ് സ്റ്റോപ്പ്, സൂമിങ് സുകുമാരൻ, പ്രീവിയസ് ഫ്രെയിം. യെസ്, ദാറ്റ്സ് എ മൊമെന്റ്. എന്തായി സാറേ? ഈ ഫ്രെയിമില് ആ ടീഷർട്ടിന്റെ മുകളിൽ ഒരു പ്രകാശം വരുന്നത് കണ്ടില്ലേ? ശ്രദ്ധിച്ചില്ല സാറേ. ഇൻപത്തേൻമണ്ട് പായത് കാതിനിലെ. ഈ കവിതയുണ്ടല്ലോ, പ്രശസ്തനായ കവി ഭാരതിയാരുടെ ഒരു കവിതയാണ്. ഇത് കൊള്ളാമല്ലോ. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ മോഷ്ടാവ് ഒരു തമിഴനാണ്. നേരാണോ സാറേ? കേരളത്തിലെ ക്രിമിനൽ റെക്കോർഡ്സിൽ എത്ര തമിഴന്മാരുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയണം. ഒരു പാക്കറ്റ് സിഗരറ്റ് കാലിയായി. ഇത്രയും നേരമായിട്ട് ആ ചുണ്ടലി വന്നില്ല. ചിറ്റപ്പ, അത് അഞ്ജലിയാ. നീ എന്തുവേണേ പറഞ്ഞോ, 5 അലി 6 അലി 7 അലി, എന്നിട്ടും ആള് വന്നില്ലല്ലോ. ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ടില്ലേ? അവള് വന്നു തോന്നുന്നു. ഹോൺ അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് എങ്ങനെയാടാ പെൺകുട്ടിയാണ് തിരിച്ചറിയുന്നത്? ആൺപിള്ളേർക്ക് അടിക്കാവല്ലോ. ഏയ്, ഇതുവഴി. ഓ, വലിയ ചെമ്പൈ ഭാഗവതരാണെന്നാണ് സോറി ചീഫ്, കുറച്ച് ലേറ്റ് ആയി പോയി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു പാക്കറ്റ് സിഗരറ്റും കൂടെ വാങ്ങിച്ചോണ്ട് വാ. ഇനി വരുമ്പോ കെട്ടിടത്തിന് മുന്നിൽ കൂടെ വരണ്ട, ബാക്ക് സൈഡിലൂടെ വന്നാൽ മതി. അതാണ് നമുക്ക് സേഫ്. ഓക്കെ ചീഫ്. ശരി, വന്ന കാര്യം പറയൂ. മധ്യത്തിൽ വെക്കൂ. നാറി. മനോഹരം. ഇതെന്താന്നറിയുമോ? നമ്മളെല്ലാവരും 4 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന വേൾഡ് കപ്പ് ക്രിക്കറ്റ് കണ്ടിട്ടുണ്ട്. 1975 തൊട്ട് 1996 വരെ വേൾഡ് കപ്പ് ട്രോഫിയുടെ ഡിസൈൻ ഓരോ വർഷവും ഓരോ മോഡലായിരുന്നു. 1999 നടന്ന ICP ജനറൽ ബോഡി മീറ്റിംഗിൽ ഇനി നടക്കാൻ പോകുന്ന എല്ലാ വേൾഡ് കപ്പ് ടൂർണമെന്റിനും കപ്പിന്റെ ഡിസൈൻ ഒരുപോലെ തന്നെ ആയിരിക്കണം അവർ ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഡിസൈഡ് ചെയ്ത ഡിസൈനാണ് ഇത്. കപ്പിന്റെ വെയിറ്റ് മൊത്തം 11 കിലോ. അതിന്റെ ബേസ് ഒഴികെ ബാക്കി എല്ലാം സ്വർണവും വെള്ളിയും ചേർന്നതാ. ഇതിന്റെ വില ഇപ്പോഴത്തെ കണക്ക് വെച്ച് 60 ലക്ഷം. അല്ല, ഇപ്പൊ എന്തിനാ കപ്പിനെ കുറിച്ച് പറയുന്നേ? നമ്മൾ പൊക്കാൻ പോകുന്നതേ ആ കപ്പ. എന്താ കളിക്കാ രണ്ടുപേരും? കളിക്കാൻ തന്നെ പോന്നെ. പക്ഷെ 11 പേരല്ല, നമ്മൾ 5. ആശാനെ, ഇവൾ കപ്പിന്റെ പേരിൽ നമ്മെ ആപ്പിലാക്കും. പ്രാസം കൊള്ളാം. കൈ കൊണ്ട് തന്നെ. അളിയ, എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ട്, ഞാൻ പോവാം. ഇവൻ കൃത്യമായി അടയ്ക്കുന്നുണ്ടോ എന്ന് നാം കൂടെ ചെന്ന് ഇത് നോക്കട്ടെ. കൃത്യമായി ചെയ്തു തീർത്താൽ 10 കോടി. 10 കോടിയോ? എടാ, പൂട്ട് ഇവിടെ അടുത്തുണ്ട്. ആദ്യത്തെ നിലയിലുണ്ട്, രണ്ടാമത്തെ നിലയിലുണ്ട്, പിന്നെ താഴെയുമുണ്ട്. പക്ഷെ താക്കോല് എന്റെ കയ്യിലാണ്. മറക്കല്ലേ. ഗജാ പൂട്ടുകൾ. എടാ പോലീസേ, നീ എപ്പോഴാ വീട്ടിൽ പോന്നേ? ആദ്യം അങ്ങ് യാത്രയായാലും. വാവ്, അടിപൊളി. ഞാനും വരുന്നു. വന്നോ വന്നോ. സ്റ്റോപ്പ്. എന്തേലും ഒന്ന് പറയൂ. ആട്ടെ, നീ 60 ലക്ഷം എന്ന് പറയുന്നു, ഇവൾ 10 കോടി എന്ന് പറയുന്നു. സത്യം പറഞ്ഞു, ഏത് സ്വർണ്ണക്കടലാ ചോദിച്ചേ? ഈ ട്രോഫി ലോഞ്ച് ചെയ്ത ആ ഫംഗ്ഷനിൽ 1975 മുതൽ 1996 വരെ നടന്ന വേൾഡ് കപ്പ് ടൂർണമെന്റ്സിൽ ജയിച്ച 5 രാജ്യങ്ങളുടെ ക്യാപ്റ്റന്മാരും അവരുടെ സ്വന്തം കൈപ്പട കൊണ്ട് ആ കപ്പിന്റെ ബേസിൽ അവരുടെ ഓട്ടോഗ്രാഫ് പതിപ്പിച്ചിട്ടുണ്ട്. ആ 5 ക്യാപ്റ്റൻസില് 3 പേരിപ്പോ ജീവനോടെ ഇല്ല. ICB എങ്ങാനും ഈ കപ്പ് നഷ്ടപ്പെടുത്തിയ മരിച്ചുപോയ ആ 3 ക്യാപ്റ്റന്മാരുടെയും ഓട്ടോഗ്രാഫ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ടാണ് 10 കോടി. ഒരുപക്ഷെ ഈ കപ്പ് അടിച്ചു മാറ്റാൻ കഴിഞ്ഞാൽ എന്റെ ദൈവം ഒന്നും മിണ്ടാതിരിയടാ. ഇത് ആരാ വാങ്ങുന്നേ? നമുക്കൊരുക്കി വിറ്റാലോ? പൊട്ട പൊട്ടനെന്നോ? ഇടാ, ആപ്പിള് 10 രൂപയേ ഉള്ളൂ. പക്ഷെ സിലിക്ക് കടിച്ച ആപ്പിൾ 10,000 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അധരം അടയ്ക്കൂ. നമ്മുടെ നാട്ടിലെ വലിയ ബിസിനസ് മാഗ്നറ്റുകളിൽ ഒരാളാണ് ഇദ്ദേഹം, KK. ഇതൊക്കെ അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തകളാ. അയാൾക്ക് ക്രിക്കറ്റ് എന്ന് വെച്ച ഭ്രാന്ത. അയാളുടെ ഈ ഇന്റർവ്യൂ കണ്ടോ? ഇതാണ് എന്റെ ക്രിക്കറ്റ് മ്യൂസിയം.
ഇതെല്ലാം കുറെ വർഷങ്ങളായിട്ട് ഞാൻ കളക്ട് ചെയ്ത ക്രിക്കറ്റ് ഐറ്റംസ് ആണ്. I'm crazy about cricket, you know. I'm ready to spend crores of rupees if I like an item. ക്രിക്കറ്റ് വേൾഡിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം വാങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കാണാൻ എനിക്ക് വല്ലാത്ത ഭ്രാന്താണ്. കണ്ടതൊക്കെ ലീഗലാണ്, പക്ഷേ ഇല്ലീഗലായിട്ട് ഇനി ഒരുപാടുണ്ട്. കപ്പ് പൊക്കുന്നു, ഇയാൾക്ക് വിൽക്കുന്നു. അതാണ് പ്ലാൻ. പണം സമ്പാദിക്കാൻ വേറെ എന്തെല്ലാം മാർഗമുണ്ട്? എന്തിനീ കപ്പ് മോഷ്ടിക്കണം? എന്തുകൊണ്ട് മോഷ്ടിച്ചൂടാ? അതെ 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 ചീഫ്, നമ്മൾ തന്നെ കൊച്ചിരാജാന്റെ കൊച്ചുമകനോ? ഇത് ഇവിടെ ഇട്ടങ്ങ് അടക്കണം. ലൈഫില് എല്ലാത്തിലും ഒരു ത്രില്ല് വേണ്ടേ ജി? ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ത്രില്ലൊക്കെ മതി. നീ തനിച്ചു പോയെങ്കിൽ ത്രില്ലാ മതി. ഷർട്ടിന്റെ മേലെ ജാക്കറ്റ് ഇട്ട് വന്നേക്കുന്നു. പോയല്ലോ ചിറ്റപ്പ ഒന്ന് നില്ല ചിറ്റപ്പ. ഞാൻ നില്ല് ചിറ്റപ്പനല്ല, ദില്ല് ചിറ്റപ്പനാ. നീ പറഞ്ഞത് ശരി തന്നെയാ ശിവ. നിന്റെ ചിറ്റപ്പൻ പഴയ പോലെയൊന്നും അല്ല. ഇപ്പൊ ഇച്ചിരി പേടി കൂടിയെന്ന് തോന്നുന്നു. കോപിഷ്ഠനായാൽ ഊതി പറപ്പിക്കും. ഞാൻ എപ്പോഴായിട്ട് പറഞ്ഞേ? ചുമ്മാ ഇരിക്കടാ, ഇപ്പൊ നോക്കിക്കോ. ഇപ്പം വ്യക്തമായ ഒരു കാര്യം അറിയാൻ പറ്റും. ആ കപ്പെന്ന സുന്ദരി ഇപ്പൊ ആരുടെ കയ്യിലാണുള്ളത്? പറയാം. ഈ മൊട്ടയാണ് ICBയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ. ഇതൊക്കെ ഞാനെടുത്ത ഫോട്ടോസാ. ഇവരൊക്കെ ICBയുടെ ഒഫീഷ്യൽസാ. ദുബായിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അവരൊക്കെ ഈ ആഴ്ച എത്തിയതേ ഉള്ളൂ. അവർ എവിടേക്ക് ആഗതരായാലും നമുക്ക് എന്താണ്? ആ മൊട്ടത്തലേന്റെ കയ്യിലുള്ള ബാഗ് കണ്ടില്ലേ? ആ ബാഗിനകത്താ കപ്പുള്ള. ഈ ബാഗും പൂട്ടും ഒക്കെ തുറക്കാൻ ഞാൻ എന്തിനാ? ഇവന്റെ കത്തി കൊണ്ട് ബാഗ് തന്നെ തുറന്നോളും അല്ലടാ. ഈ മൊട്ട ഇപ്പോ IT ഗ്രാൻഡ് ഹോട്ടലിലാ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കപ്പ് അവിടെയാ ഉള്ളത്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കിട്ടിയോ? സർ, റീസെന്റ് ക്രിമിനൽ റെക്കോർഡ്സിൽ 42 തമിഴന്മാരുണ്ട് സർ. അതിൽ 36 പേര് ജയിലിലാണ് സാറേ. 2 പേര് മരിച്ചുപോയി. ബാക്കി 4 പേരോട് ഞാൻ സംസാരിച്ചു. അവരെപ്പോൾ വേണമെങ്കിലും എൻക്വയറിക്ക് വരും. ഇല്ലില്ല, ഇതിൽ നമ്മൾ പറഞ്ഞ ആരുമില്ല സുകുമാര. അവര് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നു പോയിട്ടുണ്ടെന്നാ തോന്നുന്നേ. എന്തായാലും തമിഴ്നാട് കൺട്രോൾ റൂമിലേക്ക് ഒന്ന് കണക്ട് ചെയ്തേ. എടി സുഖാനടി നിനക്ക്? സുഖാടി. അല്ല എന്തേ നോക്കുന്നേ? നിന്റെ പൊട്ടിക്കാനടി ഇത്? അതേടി, ഇവിടെയുള്ള എല്ലാ കളക്ഷനും ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാ. ദേ കണ്ടോ, ഇത് ഞാൻ ഡിസൈൻ ചെയ്തതാ. എടി കൊള്ളാവല്ലോടി ഇത്. പക്ഷെ ഞാൻ ഈ ഡിസൈൻ അതൊക്കെ പോട്ടെ. ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ്. എടി ഭയങ്കര. ഇതും അടിച്ചു മാറ്റിയോ? പേരെനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ ഖാദിയെ കട്ട് ചെയ്ത് രാധിയാക്കിയത്. കോപ്പി അടിക്കുന്ന ശീലം നിന്നെ വിട്ട് ഇതുവരെ പോയിട്ടില്ലല്ലേ? അതൊക്കെ ഇരിക്കട്ടെ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. യാ ഷുവർ. എന്റെ ഫോൺ എവിടെ? എന്നാ ഇതിലെടുത്തോ. പവി, ഒരു ഫോട്ടോ എടുത്തേ. ഇവൻ എവിടെ പോയി? എടി സമയമായിടി, ഞാൻ പോവാട്ടോ. ഫ്രീ ടൈം കിട്ടുമ്പോ തീർച്ചയായും വരണേ. ഫോട്ടോസ് അയക്കാൻ മറക്കല്ലേ. അയച്ചേക്കടി. ബൈ. ടേക്ക് കെയർ. ബൈ. ഇതുപോലെ തന്നെ ഉണ്ടാക്കി തരണം. കണ്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഒരുത്തനും പറയാൻ പാടില്ല. കണ്ടുപിടിക്കില്ലേ? എന്റെ ചിറ്റപ്പനെ പോലെ സംസാരിക്കല്ലേ. വെയിറ്റ് 11 കിലോ, ഹൈറ്റ് 2 അടി. മുകളിലിരിക്കുന്ന ഉണ്ട മാത്രമാണ് ഗോൾഡ്, ബാക്കിയെല്ലാം വെള്ളിയാ. എന്താ നിങ്ങളെ കൊണ്ട് പറ്റില്ലേ? എത്ര രൂപ തരും? എത്ര സമയം എടുക്കും? കുറച്ച് താമസിക്കുമല്ലോ. ഒറിജിനൽ ഉണ്ടാക്കാൻ പറ്റും, ഇത്രയും സമയം എടുക്കൂല. അതുപോലുള്ള ടീഷർട്ട് എല്ലാം ഇവിടെ ട്രെൻഡാ സാറേ.
ഇവിടത്തെ ഫ്രീക്കന്മാർ പിള്ളേരെല്ലാം ആ ടീഷർട്ട് ഇട്ടുകൊണ്ടാ ചുറ്റുന്നേ. വേറെ എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിൽ സാർത്താ. ഛേ, ഇവരോട് ഫോണിൽ സംസാരിച്ച വർക്കൗട്ട് ആവില്ല സാറേ. സാർ ഏതോ മാരേജിന് ചെന്നൈ പോകുന്നു പറഞ്ഞില്ലേ? അങ്ങനെ നേരെ കമ്മീഷൻ ഓഫീസിൽ ഒന്ന് പോയിട്ട് വന്നൂടെ? അതിന്റെ ആവശ്യമില്ല സുകുമാരൻ. ആ കല്യാണമൊക്കെ എപ്പോഴേ കഴിഞ്ഞു പോയി. എന്റെ ഭാര്യ ഇപ്പൊ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ചീച്ചി, ജോർജ് ഇസ് എ വെരി സ്വീറ്റ് പേഴ്സൺ ആന്റി. തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരും എന്ന് പറയാനേ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ചാൻസ് എനിക്ക് എവിടെ തരുന്നു? ആ, ദാ വരുന്നടി, കഴിക്ക്. ഫോൺ ഒന്ന് എടുത്ത് തൊലക്കടാ. അയ്യോ സാറേ. എന്താ സുകുമാര? സാർ പറഞ്ഞ ഭാരതീയ ഡിസൈനുള്ള ടീഷർട്ടിനെ രവി ഗാർമെന്റ്സ് എന്ന കമ്പനിയാണ് തമിഴ്നാട് മുഴുവൻ സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഏകദേശം 3 ലക്ഷം പീസിന് മുകളിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട് സാറേ. അതിരിക്കട്ടെ, വേഗം ഇതൊക്കെ ചെയ്തു തീർക്കാൻ നോക്ക്. എന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ മനസ്സ് ശരിയല്ല. എന്ത് പറ്റി? നിന്റെ ഇമെയിൽ ചെക്ക് ചെയ്തായിരുന്നോ? എന്താ കാര്യം? നിക്ക് നോക്കട്ടെ. ഗിഫ്റ്റ് ഒക്കെ ഞാൻ അടുക്കി വെക്കുകയായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് പെയിന്റിംഗ് താഴെ വീണ് പൊട്ടിപ്പോയി. നീയാ കാരണം. ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നേ? നീ ഇവിടെ വന്നിരുന്നെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് ഫ്രീ ആയെന്നെ. ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലേ? എടി ഭയങ്കരി, പോട്ടെ. ക്ലാസ് തൂത്ത് വരുമ്പോ കൈമുറിയാതെ നോക്കണേ, സൂക്ഷിച്ച്. ലവ് യു. സാറേ, ഫയൽ റെഡി ആയിട്ടുണ്ട് സാർ. ആ, വരുന്നു. ആ ഗ്ലാസ് പെയിന്റിംഗ് ആരാ സമ്മാനമായി തന്നേ? രമ്യയുടെ ഫ്രണ്ട് ഒരാളാ. പേര്? നിനക്കിപ്പോ അതൊക്കെ എന്തിനാ? ഒന്ന് പറഞ്ഞാലെന്താ? രാധിക. രാധിക? ആ പെണ്ണ് ഏത് നാട്ടുകാരിയാ? ചെന്നൈയിലാ. സാറേ, ഗെറ്റപ്പ് കാണാൻ അടിപൊളിയാ. ആർക്കെങ്കിലും നല്ലൊരു ആപ്പ് വെക്കണമെങ്കിൽ ഇങ്ങനൊരു ഗെറ്റപ്പ് വേണം. വാടാ എന്റെ കപ്പ കിഴങ്ങേ. കപ്പ ഓക്കെയാടാ? 11 കിലോ വെയിറ്റ്, 2 അടി ഹൈറ്റ്, എല്ലാ ക്യാപ്റ്റൻസിന്റെ ഓട്ടോഗ്രാഫ് പക്കയായിട്ടുണ്ട്. എന്റെ കടയിലുള്ള സാധനമൊക്കെ കിടില്ല സാറേ. ബായ്, ഇതുപോലൊരു ഷോപ്പ് ലണ്ടനിൽ പോയി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ വേൾഡ് കപ്പിന്റെ കോൺട്രാക്ടറെ കൈയോടെ കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ലണ്ടനിൽ പോയി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമുണ്ട് സാറേ. എവിടെയാണ് നിങ്ങളുടെ സ്വന്തം നാട്? വേലൂരാ സാറേ. വേലൂരിൽ നിന്ന് വിദേശത്ത് പോയി നീ സെറ്റിൽ ആവും. ഞങ്ങൾ പിന്നെ വേലൂർ വന്ന് അഴിയണോ? ഞാൻ ഒന്നും മിണ്ടാതെ പാക്ക് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. താനങ്ങ് ചെയ്താൽ മതി. എടാ, ആ സാധനം പെട്ടെന്ന് പാക്ക് ചെയ്ത് കൊടുത്തേ. എന്റെ പേരിൽ തന്നെ എന്റെ കണ്ണി കുത്തിയല്ലോ. രാധികേ, നിങ്ങൾ രമ്യയുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. യെസ്. നിങ്ങളൊരു ഗ്ലാസ് പെയിന്റിംഗ് ഗിഫ്റ്റ് കൊടുത്തെന്ന് രമ്യ പറഞ്ഞായിരുന്നു. അതിലുള്ള ഡിസൈന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഐ എം എ പ്രൊഫഷണൽ ഡിസൈനർ. ഇതുപോലുള്ള പല ഡിസൈനുകളും ഞങ്ങൾ ഡെയിലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഞങ്ങളുടെ ഒറിജിനൽ ഐഡിയകളാണ്. കള്ളം പറയുന്നില്ലേ? That's in the air 4 runs on the onside. Mentioned earlier, very
ജസ്റ്റ് കാര്യമാണ്. ആ പെയിന്റിങ്ങിന്റെ ഐഡിയ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടായത്? കമാൺ ടെൽ മീ. അല്ല, എന്തോ ഒരു കോയിൻസിഡൻസ് ആയിട്ട്. എന്താടാ? ഒന്നുമില്ലല്ലോ. നീ വേണേ ഒരു ചുരിദാർ കൂടെ എടുത്തോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ പെയിന്റിംഗ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ നിങ്ങൾ പിന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോകേണ്ടി വരും. അല്ല, ഞാൻ സത്യം പറയുന്ന നല്ലത്. എന്റെ ഫ്രണ്ട് അഞ്ജലിയുടെ മൊബൈലിലുണ്ടായ ഒരു ഫോട്ടോയിലാണ് ഞാൻ ആ ഡിസൈൻ കണ്ടത്. ഇഷ്ടപ്പെട്ടു. അതാ അതുപോലെ ഒരു പെയിന്റിംഗ് ഗ്ലാസ്സിൽ വരച്ച് രമ്യയുടെ മാരേജിന് ഗിഫ്റ്റ് കൊടുത്തത്. ആരുടെ ഫോണിൽ കണ്ട കാര്യം എന്നാ പറഞ്ഞത്? എടുക്കുന്നില്ല. ട്രൈ അഗൈൻ. അളിയാ, ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയ പാകിസ്ഥാനുമായിട്ട് സെമിഫൈനൽ. അയ്യോ, എനിക്ക് ആ പെണ്ണിന്റെ നമ്പർ ഇതാ. പറയൂ സാറേ. ഞാനൊരു ചെന്നൈ നമ്പർ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വരുന്ന എല്ലാ കോളുകളും ടാപ്പ് ചെയ്യണം. ഓക്കെ സാർ. DGPയുടെ സ്പെഷ്യൽ പെർമിഷൻ ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. എത്രയും പെട്ടെന്ന് വേണം. ശരി സാറേ. 6 കുർത്തി ബിൽ പേ ചെയ്തേക്ക്. ഈ സിം കാർഡ് ലൊക്കേഷൻ എവിടെയുണ്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് ട്രേസ് ചെയ്യും. 9952260134. സിം ലൊക്കേറ്റഡ് സർ. ശിവ വേഗം വാ. വരാം. ഞാൻ മോളിലോട്ട് പോവാ. ലൈൻ കിട്ടുന്നില്ല. അഞ്ജലി ഒന്ന് വിളിക്ക്. അന്ന് വന്ന അതേ സ്ഥലമാണെന്ന് അവളോടൊന്ന് പറഞ്ഞേക്ക്. അഞ്ജലി. ആ പറ. എന്തായിരുന്നു ബൊട്ടിക്കിൽ എന്നോട് പോവാൻ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുമായിട്ട് പഞ്ചരടിക്കായിരുന്നല്ലേ? ഏയ്, ജോലി സംബന്ധമായി സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ജോർജ് സാറിന്റെ ലൈൻ ഒന്ന് കണക്ട് ചെയ്ത്. പറഞ്ഞോളൂ സുകുമാര. സാർ തന്ന നമ്പർ അഞ്ജലി എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെയാണ് സാർ. ആരോ ഒരാളോട് ഇപ്പൊ സംസാരിച്ചു. പ്ലേ ചെയ്യട്ടെ? ആ, പ്ലേ ചെയ്. ആ പറ. ആ പ്രേതാലയമാണോ? അതെ അതെ, വേഗം വരൂ. നമസ്കാരം, ആശംസകൾ. ആ സുകുമാര. ആ പറയൂ സാറേ. നിങ്ങൾ ഉടനെ തന്നെ അഞ്ജലിയുടെ സിം കാർഡ് ലൊക്കേഷൻ ട്രേസ് ചെയ്ത് എന്നെ അറിയിക്കണം. It's a big occasion for a young player. An India-Pakistan game, semi-final game. That's the shot again. അളിയാ, പാകിസ്ഥാൻ 154-6. ഈ കളി ജയിച്ചാൽ ഇന്ത്യ ഫൈനലിൽ ഉറപ്പാ. വാടാ വാടാ. ആശാനെ, ഇതിനകത്ത് എന്താണ് ഉള്ളത്? ഒന്ന് പതുക്കെടുക്കടാ. ശിവ, നീയെങ്കിലും പറയൂ. ആകാംക്ഷ അടക്കാനാവുന്നില്ല. വെയിറ്റ് ആൻഡ് സീ ബഡേ. ഒന്ന് കണ്ണടച്ചിട്ട് തുറന്നു നോക്ക്. ആരാടാ ബാഗിനുള്ളിൽ അട്ടി അടുക്കി വെച്ചിരിക്കുന്ന പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നേ? ഹലോ സാർ, ആ നമ്പർ ഇപ്പോൾ കിറകമ്പാക്കം അർജുൻ തോട്ടത്തിൽ നിന്നും എക്സിറ്റ് ആവുകയാണ് സാറേ. ഓക്കെ. ദിയ, നീ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് രമ്യയുടെ വീട്ടിലേക്ക് പൊക്കോ. നീ എന്താ കളിക്കുക? അവിടുത്തെ മുതുമുത്തശ്ശിന്നല്ല, പൊടി പിള്ളേരുടെ അടുത്ത് വരെ യാത്രയും പറഞ്ഞിട്ട് ഇറങ്ങി വന്നതാ ഞാൻ. തിരിച്ചു പോവാൻ എനിക്ക് നാണക്കേടാ. നീ എങ്ങോട്ട് പോവാണെങ്കിലും എന്നെയും കൂട്ടിക്കൊണ്ടു പോ. ആ ശരി, വാ കേറ്. നീ ചെന്നൈ വരുന്നു പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഹലോ. ആ പറയൂ സാറേ. സുമാര, ഞാനിപ്പോ GPS ഓൺ ചെയ്തിരിക്കുക. ആ ലൊക്കേഷനിലേക്ക് എങ്ങനെ പോകണം നീ എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ സാർ. ഓ, അപ്പൊ ഇതിനു വേണ്ടിയായിരുന്നല്ലേ ചെന്നൈ വന്നത്? നീ എന്നെ കാണാനാ വന്നെന്നാ ഞാൻ കരുതിയേ. സാർ, ആ ടവറിൽ നിന്നും കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോകും സാറേ. ആശാനെ, മുംതാജിനെ കീറി മുറിക്കരുത്. പിന്നെ ഇതുകൊണ്ട് താജ്മഹൽ കെട്ടാൻ പോവാണ്. ചെവിക്കുറ്റി അടിച്ചാൽ പൊട്ടിക്കാൻ. ഇത്ര പെട്ടെന്ന് ജോലി തീർക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല ചീഫ്. നിങ്ങളുടെ ടീം തല്ലിപ്പൊളിയാന്ന് ഓർത്തെ. പക്ഷെ ഇപ്പൊ നിങ്ങൾ കലക്കി കേട്ടോ. എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ വേൾഡ് കപ്പ് ഞാൻ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. ലോകം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിജയമുദ്ര. ഇത് ആ കപ്പിന്റെ മാതിരിയുള്ള വേറെ കപ്പിന്റെ മാതിരി.
ഒന്ന് മനസ്സിലാവും പോലെ. അതായത് ദിസ് ഈസ് ദ സോ കോൾഡ് വൺ ആൻഡ് ഓൺലി ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് ആണത്. സ്വർണം കൊണ്ട് നിർമ്മിച്ചതല്ല. ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയാണ് സ്വർണത്തിൽ ചെയ്യുന്നത്? കാണാൻ പക്ഷെ ഒറിജിനൽ പോലെ തന്നെയുണ്ട്. അതാണ് കഴിവ്. അതാ ഒറിജിനൽ പോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതേ ഹൈറ്റ്, വെയിറ്റ് എല്ലാം അതുപോലെ ഉണ്ടാകും. ഇത് വെച്ചാ 10 രൂപ പോലും കിട്ടില്ല പണയം വെക്കുന്നിടത്ത്. എന്നാൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് അകത്ത് വെച്ചിട്ടാണ് ഒറിജിനൽ പുറത്തേക്ക് എടുക്കാൻ പോണേ. അതൊക്കെ ഇരിക്കട്ടെ, ആ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കപ്പ് എങ്ങനെ പൊക്കുന്നു പറ. അതിന് ഐഡിയ ഉണ്ട്. എയർപോർട്ടിൽ വെച്ചൊരു മുട്ടയുടെ ഫോട്ടോ എടുത്തില്ലേ, അതെടുത്ത് വെക്കാം ആദ്യം. കണ്ടോ, ഇവന്റെ കളർ കണ്ടാൽ അറിയാം ഇവൻ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ വളരെ വീക്കാണെന്ന്. ഇവനെ വെച്ച് വേണം സത്യം പുറത്തു കൊണ്ടുവരാൻ. അതാണ് സാർ സ്പോട്ട്. എന്ത് സത്യം? അതായത് ആ ഹോട്ടലിലെ ഏത് റൂമിലാണ് കപ്പിരിക്കുന്നുള്ള സത്യം. നീ ഇങ്ങോട്ടാ പോന്നെ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. ദിയ, നീ ഒന്നും പേടിക്കണ്ട, ഞാൻ ഇപ്പൊ വരാം. അവിടെ ഇരിക്കേ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. ഓക്കെ. ആശാനെ, എന്തോ ഒരു ശബ്ദം. എന്റെ ചെവിയിലാണുള്ള ശബ്ദം. പോയി പുറത്തു പോയി നോക്കടാ. ദാ കപ്പെടുത്ത് അകത്ത് വെക്കാം. ആ ഫോട്ടോ ഒന്നും കളയരുത്. എടാ, നിയമപാലകരുടെ വാഹനം. അയ്യോ അമ്മേ, അയ്യോ, ഓടി രക്ഷപ്പെടാം. ചിറ്റപ്പ, പോലീസ്. ആരാടാ വകുപ്പ് അനുസരിച്ച് അല്ലല്ല 112 വകുപ്പിലായിരിക്കും. അയ്യോ, എന്താ ദുർഗന്ധം. ഈ കാലത്തും എന്തിനാണ് പടിക്കെട്ടുകൾ? വേഗത്തിൽ ഓടാൻ സാധിക്കുന്നില്ലല്ലോ. അവരെന്നെ പിടികൂടും. അയ്യോ ഭഗവാനെ, അയ്യോ. നിർത്തൂ 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 നിർത്തൂ. ശിവ നോക്കി. റെഡി? നീ വേഗം വാ. പറയാം. ആശാനെ, എന്താടാ? നിയമപാലകരുടെ വാഹനം. അതേ നിയമപാലകൻ. അതേടാ, KP രജിസ്ട്രേഷൻ ഉണ്ട്. എന്താ പറഞ്ഞോ? ശിവ, അവൻ വീണ്ടും പുറകെ വരുന്നുണ്ടടാ. എന്താ? നമ്മൾ ആന്ധ്രയിൽ നിന്ന് കുറച്ച് സാധനം അടിച്ചു മാറ്റില്ലേ, അത് തിരക്കി വന്ന പോലീസാണെന്ന് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഞങ്ങളിപ്പോ രാജപുരം ഫാക്ടറിയുടെ അടുത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നീ അവിടെ വന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യും. അവൻ നമ്മുടെ പുറകെ തന്നെയുണ്ട്. അച്ഛനൊന്ന് വിളിക്കട്ടെ. സമാധാനമായിട്ടിരി. ഈ മുഖംമൂടിയുടെ ദുർഗന്ധമാണെങ്കിൽ സഹിക്കാനേ പറ്റുന്നില്ല സാറേ. എന്നാലും ഭയപ്പെടാതിരിക്കൂ, നമുക്ക് അവരെ കബളിപ്പിക്കാം. അയ്യോ, എടുക്കാം. അവർ അതിവേഗത്തിലാണ് നമ്മെ പിന്തുടരുന്നത്. എന്താ ജോർജ്, എന്തെങ്കിലും ഒന്ന് പറയേ. ഈ വലിയ പൊക്കമൊക്കെ എനിക്ക് പേടിയാന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഓക്കെ, റെഡി റെഡി റെഡി. നീ എന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ?
ആ കാറിലെ പെണ്ണുണ്ടായിരുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു. വെറുതെ നാണം കെട്ടു. അഴിയണ്ണി കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരുമെന്ന് ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യുന്നേ? കിടക്കാലോ. ഷേ, എടാ ഇവിടെ ഇരുന്ന് കാണുന്നില്ലല്ലോ. നീ എവിടെയാടാ? എന്താണ് മൗനം? പറയൂ. മുംതാസിന്റെ ഒരു പകുതിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത്? അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നിന്നെ ഞാൻ ഒരുപാട് നേരം ട്രൈ ചെയ്തു. അതിന് നീ എടുത്തില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവും എനിക്കെങ്ങനെ അറിയാം അഞ്ജലി? ആ പെയിന്റിങ്ങിന്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അത് വരച്ച് രമ്യക്ക് ഗിഫ്റ്റ് ആയിട്ട്. എന്താണ് ഇത്? നീ ഒന്ന് ആലോചിച്ച് ചെയ്തുകൂടായിരുന്നോ? എന്തുകൊണ്ട് ചെയ്തില്ല? അവളെ വെച്ചാണ് അവർ നമ്മളെ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാതെ അവനെ ചെന്ന് അടിക്കാനും പോയി. പരിക്ക് പറ്റിയല്ലേ ചിറ്റപ്പ? കൂളാകടാ, വരുന്നിടത്ത് വെച്ച് കാണാം. അവൻ എന്നെ കണ്ടു കാണും. ഇവൻ എന്റെ ഗ്ലൗസ് അഴിച്ചു കളഞ്ഞു. അത് ഗ്ലൗസ് അല്ലടാ, മാസ്ക്. എന്തായാലും ഇവൻ അഴിച്ചു കളഞ്ഞില്ലേ? നീ മുഖം മറച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലോ. പക്ഷെ എന്റെ തല കണ്ടാൽ അറിയാമല്ലോ. അങ്ങനെയെങ്കിൽ കഥ കഴിയും. അപ്പോ ആ വേൾഡ് കപ്പ് മാറ്റർ അത്രേ ഉള്ളോ? ആശാനെ, വിജയമുദ്രയും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഗൃഹത്തിലേക്ക് പോകാം. മണ്ടനാണോ നീ? തിരുമണ്ടൻ. 10 കോടിയാടാ. ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നെന്ന് കരുതി ഇത്രയും നാൾ പ്ലാൻ ചെയ്ത് വിടാൻ പറ്റുമോ? ആ കപ്പ് അടിച്ചു മാറ്റണം. വിട്ടേക്ക് ചിറ്റപ്പ. ഞാൻ അവനെ വിട്ടു. ആ കപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അഞ്ജലി, നീ ഒരു ദിവസം വീട്ടിൽ പോകാതെ ഞങ്ങളുടെ കൂടെ നിൽക്കുക. അതാ നിനക്ക് സേഫ്റ്റി. നിന്റെ സ്കൂട്ടർ അവൻ കണ്ടിരുന്നു. കണ്ടെന്നേ? നീ കണ്ടോടാ? ഞാൻ കണ്ടായിരുന്നു. കണ്ടില്ല. ഞാൻ കണ്ടു. എന്ത് കണ്ടെന്ന്? അവൻ കണ്ടില്ല എന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞതാണ്. തല. നീ എന്താ ഇതേ തടവിക്കൊണ്ടിരിക്കുന്നേ? ടൂർസ് ആൻഡ് ട്രാവൽസ് തടവടാ. ട്രാവൽസിന് ട്രാവൽസ് എന്ന് എഴുതിക്കൊണ്ട് എല്ലാവർക്കും പുതിയ സിം കാർഡ് കൊടുക്ക്. നിങ്ങൾ എല്ലാവരും പഴയ സിം കാർഡ് എടുത്ത് കളഞ്ഞിട്ട് ഇതെടുത്തിട്ട്. അഞ്ജലി, ഇനി നിന്റെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടില്ല. പിന്നെ ഫോണില്ലാതെ എങ്ങനെയാ? കൊറിയൻ ഫോണിൽ IMEI നമ്പർ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാവരും സേഫ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ സേവ് ചെയ്തോളൂ. എന്താ ഇന്നലെ ആ പെണ്ണിന് വല്ല പരിക്കും പറ്റിയോ? അതെ ചിറ്റപ്പ, നല്ല പരിക്കായിരുന്നു. പാവം. യവൻ ഭയങ്കര വിഷമത്തില്ല. നാളെ ഹോസ്പിറ്റലിൽ പോയി അതിന്റെ കാര്യം തിരക്കിട്ട് വരണം. ഞാൻ വേണം ഓറഞ്ച് ആപ്പിൾ മേടിച്ചിട്ട് പുഴുങ്ങിയ വർത്താനം പറയല്ല കിഴങ്ങ. പോലീസ് പറഞ്ഞാലും ആശാനെ, നമ്മളെ ഒരുത്തൻ പിന്തുടരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവന്റെ പുറകെ പോകണം. എനിക്ക് എന്താ തോന്നുന്നറിയോ? ആ പെണ്ണിന് അപകടം പറ്റിയ സ്ഥലത്തിന് അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അവൾ ഉണ്ടായിരിക്കും. ആ ഹോസ്പിറ്റലാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ? എനിക്ക് ഫ്രണ്ട് സൈഡ് സീറ്റ് തരണേ. വേഗം കേറ്. ഇനിയാണ് കളികൾ നടക്കാൻ പോകുന്നത്. മടിത്തട്ടിൽ ഇരിക്കരുത്, വേദനിക്കുന്നു. ഉണ്ടായിരടാ. ചീഫ്, ഞാൻ കണ്ടുപിടിച്ചു. അഗർവാൾ കണ്ണാശുപത്രി, പോരൂര്. ഭാര്യയെ അടിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ആളെ വെച്ച് അടിക്കായിരുന്നല്ലേ? എടി പൊട്ടി, എപ്പം നോക്കിയാലും നിനക്ക് തമാശയാണോ? അന്ന് ഞാൻ ഓട്ടോയിൽ പോയാൽ മതിയായിരുന്നു. ഈ കണ്ടീഷനിൽ അമ്മയുടെ കൂടെ ഇരുന്നാൽ മതി. നാട്ടിലൊന്നും പോകണ്ട. നോക്കൂ, എന്തോന്ന്? വാഹനത്തിൽ വാനരൻ. ചീഫ്, ജോർജ് കുട്ടൻ ദേ കിടക്കുന്നു. ഞാൻ നിന്റെ വിചാരിച്ചത്. ഇവന് നാണവും മാനവും. ഞാൻ കാറിനെ കുറിച്ചാ പറഞ്ഞേ. എത്രയായി?
നമ്മൾ അന്വേഷിക്കുന്ന ആള് പുറകിലുണ്ട്. കാഷ്വലായിട്ട് നോക്കടാ. ഇവിടെ തന്നെ അഡ്മിറ്റ് ആവേണ്ടി വരും. ചീഫ്, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇവിടുന്ന് സ്ഥലം വിടണം. ചെല്ലു 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 ചീഫ്, ഒന്ന് വേഗം ചെല്ലു ചെല്ലു ചെല്ലട്ടെ ചെല്ലട്ടെ. എന്താണ് ചൊല്ലുന്നത്? ആശാനെ, അവൻ തന്നെയാ. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? നീ ഒരു കാര്യം ചെയ്യും, അവനോട് പോയി സമയം എത്രയെന്ന് ചോദിക്കും. ഇതെന്നാ ചീഫ്, എനിക്കിട്ട് പണി തരുന്നതാണോ? ഈ ചകിരിത്തല കണ്ട് നിന്നെ മനസ്സിലായില്ലെങ്കിൽ അവന് നമ്മളെ ആരെയും മനസ്സിലായില്ലെന്ന് അർത്ഥം. ഒരു പക്ഷെ ടൈം പറഞ്ഞാലോ? നിന്റെ സമയം കഴിഞ്ഞു എന്നർത്ഥം. പോയി സമയം ചോദിക്കണം. ആള് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടല്ലോ. എന്നെ കൈ കിട്ടിയ ഇടിച്ച് ചമ്മന്തിയാക്കും തോന്നുന്നു. എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ. കരടിയുടെ അധ്യായം ഇന്നത്തോടെ അവസാനിക്കും. ഒന്ന് ചിരിച്ചുകൊണ്ട് പോയാൽ നന്നായിരിക്കും. എപ്പോഴാ ഡിസ്ചാർജ്? 9:30 ഡിസ്ചാർജ്. ടൈം എന്തായി? അത് പോയോ? 7:30 തുടങ്ങി, മണി 8ആയി. എന്റെ കാര്യം പറഞ്ഞതാ സാർ. സർ റിപ്പോർട്ട്സ്. നിന്നൊക്കെ നമ്മളെ ആരെയും അവന് മനസ്സിലായിട്ടില്ല. ഇതാണ് നമുക്കുള്ള ഡ്രം കാർഡ്. നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ അവനെ ഫോളോ ചെയ്തു. വീണ്ടും എന്നെ തന്നെയാണോടാ? നീ പിന്നെയും പോയ സംശയം വരും. ബഡി, നീ പോ. ഇവൾക്ക് ജോലി ഭാരമില്ലല്ലോ. ഇവർ നമ്മെ കളിയാക്കുകയാണോ അതോ കരുതിക്കുട്ടി ചെയ്യുകയാണോ? നിന്റെ ഷട്ടർ അടച്ചിട്ട് ഉച്ചത്തിലായി പോയി. പോട്ടെ. ഹലോ മിസ്റ്റർ ജോർജ്, ജസ്റ്റൈലിനെ വിളിച്ചിരുന്നോ? സാറേ, നിങ്ങളുടെ കയ്യിലുള്ളത് സൗകാർപേട്ടിലെ ഒരു കടയുടെ സ്റ്റിക്കർ ആയിരിക്കും സാർ. ആ കടയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് SMS ചെയ്തിട്ടുണ്ട് സാർ. താങ്ക് യു ഫോർ കോളിംഗ് ജസ്റ്റ് ഡയൽ. ഹാവ് എ നൈസ് ഡേ. മുംതാജ് ട്രോഫി. ആശാനെ, അവൻ മുംതാജിന്റെ അതേ വാണിജ്യ കേന്ദ്രത്തിൽ കയറുന്നു. ഞാൻ വിചാരിച്ചതാടാ. കാരാഗ്രഹവാസം തീർച്ചയാണോ? എന്താ ഫഖറുദ്ദീൻ ഭായ്? വന്നാട്ടെ സാറേ. അതിനുള്ളിൽ അടുത്ത ഓർഡർ ആണോ? ഇത് എന്റെ ഓർഡർ. എന്താന്ന് പറഞ്ഞോളൂ സാറേ. എന്നെ അന്വേഷിച്ചൊരുത്തൻ വരും. വന്നോട്ടെ സാറേ, നന്നായിട്ട് സ്വീകരിക്കാം. ഇത് നിങ്ങളുടെ കടയുടെ സ്റ്റിക്കർ അല്ലേ? എല്ലാവർക്കും ഈ സ്റ്റിക്കറാ സാറേ. ഞാനൊരു വലിയ ഓർഡർ എടുത്ത് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ട് ആകെ കുഴഞ്ഞു കിടക്കാ സാറേ. സാറ് രാവിലെ തന്നെ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കാണല്ലോ. ഞാൻ ആരാണ് എന്താണെന്ന് ചോദിക്കട്ടെ സാറേ. സാർ ആരാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്നേ പറയൂ. അത് തന്നെ. ആ വലിയ ഓർഡർ നിങ്ങൾ ആർക്കാ ഡെലിവറി ചെയ്തേ? ആരെന്താണെന്നൊന്നും എനിക്കറിയില്ല. വന്ന് വാങ്ങിച്ചോണ്ടേ, അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കും. ചോദിക്കട്ടെ സാറേ. കപ്പിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ ഒരു അക്ഷരം മിണ്ടില്ല. എന്താണോ ഡെലിവറി ചെയ്തേ? കപ്പാണ് സാറേ. കപ്പോ? അത് കൊണ്ടുവരാ. തുറക്കണം വായ. ഇങ്ങനെ ഗോഷ്ഠിയല്ല, ഞാൻ പറയുന്ന പോലെ. അവൻ കേടിയാണെങ്കിൽ ഞാൻ കില്ലാടിയാടാ. എന്താ ഇത്? കാപ്പാണ് സാറേ. എന്താ കളിയാക്കുക? ആർക്ക് ഡെലിവറി ചെയ്തു? എന്തിനു വേണ്ടി ഡെലിവറി ചെയ്തു? ആർക്കറിയാ സാറേ. എന്തോ ഓട്ടോ ചാട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞേ. ഓട്ടപ്പന്ത് പഠിച്ചു സാറേ. ഗുഡ് ബോയ്. അതെ, ഞാൻ ബായിയാ. മുംതാജ് ട്രോഫി ഇൻഡസ്ട്രീസ്. എല്ലാം മാർക്കറ്റിംഗാ സാറേ. അവനും അവന്റെ ഒരു മാർക്കറ്റിംഗ്. സാറേ, കപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ഇങ്ങോട്ട് വരണേ. ആശാനെ, അങ്ങൊരു മഹാസാഗരമാണ്. അയ്യോ ആശാനെ, അവൻ എങ്ങോട്ടോ പോകുന്നു. കാത്തിരിക്കൂ, ഞാൻ പിന്തുടരട്ടെ. നമസ്കാരം, ആശംസകൾ. അടിപൊളി. വാടാ മൊട്ടത്തലയോ. എടുക്കടാ. എടുക്കെടുക്കെടുക്കെടുക്കെടുക്ക്. ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ അടിച്ച് കേറ്റുകയാണല്ലേ. നിങ്ങളുടെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് സാൽവദോർ ഡാലിയാണോ? എങ്ങനെയാണ് ഗസ് ചെയ്തത്? ഡാലിയുടെ ആർട്ട് നിങ്ങളുടെ ഫോൺ വാൾപേപ്പറിൽ കണ്ടു. ജസ്റ്റ് എ ഗസ്. You guessed it right. You know what?
ഞാനും ഡാലിയുടെ ഫാനാണ്. റിയലി? യാ, അദ്ദേഹത്തിന്റെ ആർട്ട് സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ മനസ്സിലാവില്ല. പല ആൾക്കാർക്കും അങ്ങനെ തന്നെ. ഐ മീൻ ഇന്ത്യയിൽ. ബട്ട് യു ആർ റിയലി സംവൺ സ്പെഷ്യൽ. യാ, ഐ ആം ജോൺ, ICBയുടെ അസോസിയേറ്റ് മെമ്പർ ഡയറക്ടർ. യു മീൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ബോർഡ്? ദാറ്റ്സ് കൂൾ. ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റിയലി? നിങ്ങളുടെ പേര് പറഞ്ഞതേ ഇല്ലല്ലോ. ഓ ശില്പ. ഓ ശില്പ. ഇറ്റ്സ് എ പ്ലഷർ മീറ്റിംഗ്. ഓക്കേടാ മുട്ടെ. You know one, ശില്പ, ഒരു വലിയ പാർട്ടി ഫോർ ഓൾ ICB മെമ്പേഴ്സ് ആൻഡ് ദെയർ സ്പോൺസേഴ്സ് എക്സെട്ര. നിങ്ങളും നീ ഇന്ന് വിളിച്ചാ മതി. അപ്പോ നീ ഉറപ്പായിട്ടും വരണം. ഷോ, തീർച്ചയായും മിസ് ചെയ്യില്ല. ചിറ്റപ്പ, ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞേ. നമ്പർ 4 പൊക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ അങ്ങ് പൊക്കിയേക്കാം അല്ലേ? ഓൾ ക്യാമറാസ് ഔട്ട്. സെക്കൻഡ് ഫ്ലോറിൽ 7 റൂം ബ്ലോക്ക് ചെയ്തിരിക്കുക ICB മെമ്പേഴ്സിന്റെ പേരിൽ. ചിറ്റപ്പ, ഗെറ്റ് ഇൻ. ആശാനെ, നാളെ മുതൽ ഭക്ഷണം അല്പം കുറയ്ക്കൂ. തള്ളി നീക്കാൻ പറ്റുന്നില്ല. അങ്ങുന്നേ രോഗി രോമാഞ്ചം രോമാഞ്ചം. Have a pleasant stay, sir. Thank you. നല്ല കാവൽക്കാർ. വരട്ടെ. വെൽക്കം സർ. സ്ത്രീകളെ തുറച്ചു നോക്കുന്നത് അപരാധമാണ് ആശാനെ. ഏയ് ബഡി, റിസപ്ഷനിൽ ചെന്ന് റോബർട്ട് ഡിസൂസ എന്ന് പറ. ശുദ്ധ മലയാളത്തിൽ എങ്ങനെ പറയും? റോബർട്ട് സമോസ. റോബർട്ടി സമോസ, 123-ാമത്തെ മുറി. യക്ഷിയെപ്പോലെ ഇവൾ എന്നെ നോക്കുന്നു. റൂം നമ്പർ 123. താങ്ക് യു സർ. നന്ദി, നമസ്കാരം. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. തുറക്കണോ? അടയ്ക്കണം. ഓക്കെ. നിന്റെ വളിച്ച വായ. അത് സൂക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ മക്കളെ പോലെ തന്നെ നോക്കും ചീഫ്. കുപ്പിപ്പാല് വാങ്ങിച്ചു കൊടുക്കടാ. വെക്കട അവിടെ. ഉമിനീര് പറ്റാതെ നിലത്ത് വെക്കൂ. അല്ല, പാർട്ടിക്ക് പോകാനുള്ള പാർട്ടി എവിടെ? ഹലോ, നമസ്കാരം, ആശംസകൾ. സാഹിത്യം വേണ്ട, പറ. 123-ാമത്തെ മുറിയിൽ ആശാനും ശിങ്കിടികളുമുണ്ട്. ആഡംബരമൊന്നും കാണിക്കാതെ വേഗം വരൂ. ഈ 7 റൂമുകളിൽ ഏതോ ഒരു റൂമിൽ, അല്ലെങ്കിൽ ആ പാർട്ടി ഹോളിലായിരിക്കും ആ വേൾഡ് കപ്പ് വെച്ചിരിക്കുന്നത്. ഗജ, നീ ആ ലോബിയിൽ പോയി റിസപ്ഷനിസ്റ്റിനെ കാണാതെ മറുഭാഗത്ത് പോയി നിൽക്കണം. Hey man, what's wrong? അഴുക്ക് തിന്നാൻ ജനിച്ച ബർഗർ തിന്നാൻ പറ്റുമോ? കണ്ടതൊക്കെ തിന്നലേ പറ്റൂ. ശിവ, നീ ബർഗർ എന്ന് പറഞ്ഞ ആരെയാ? ഏത് റൂമിലാണ് കപ്പിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നിന്നെ അറിയിക്കാം. ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വെച്ചിട്ട് ഒറിജിനൽ ഈ ബാഗിനകത്ത് എടുത്തോണ്ട് വരണം. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ കപ്പ് എടുക്കുകയോ എടുക്കാതെ ഇവന് പാദരക്ഷ കൊണ്ട് അടിക്കും. ചെരുപ്പ് കൊണ്ട് ഇവനെ അടിച്ചിട്ട് താഴെ പോയി നമുക്ക് രക്ഷപ്പെടാനുള്ള റൂട്ട് കണ്ടുപിടിച്ച് എന്നോട് പറയുന്നു.
ഇവിടെ ആരും തന്നെ ഇല്ല. ഉണ്ടല്ലോ. വേളിക്ക് വെളുപ്പങ്കാലം താലിക്ക് കുരുത്തല. ഇത് വിളിച്ച വഴിക്ക് വരുന്നില്ലല്ലോ. ഇത് പരിശീലിക്കണം, എന്നാലേ ഇത് ഓടിക്കാൻ പറ്റൂ. ഈ അത്യാഹിത വാതിലിലൂടെ പോകാം. അതാ നമ്മുടെ വാഹനം. ഒരുപക്ഷെ 8 റൂമിലും കപ്പില്ലെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ഹാളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പാർട്ടി ഹാളിൽ ചെന്ന് കപ്പുണ്ടെങ്കിൽ ഉടനെ എനിക്ക് ഫോൺ ചെയ്യണം. അപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? 1 സ്വീറ്റ് ലൈൻ. പഠിച്ചിട്ടാ പറയുന്നത്. ഗെയിം ഈസ് ഓൺ. നോ മോർ കോമഡി, നോ മോർ റൊമാൻസ്. ബി സീരിയസ്. ഗെറ്റ് അപ്പ്. എഴുന്നേക്കടാ. എല്ലാ ക്യാമറയുടെയും റെക്കോർഡിംഗ് ഓഫ് ആയല്ലോ. ഹലോ, നിങ്ങളാരാ? നീ ആരാ? ഞാൻ സെക്യൂരിറ്റി ആണ്. നിങ്ങളാരാ? ഞാൻ സെക്യൂരിറ്റി അല്ല സാർ. നിങ്ങൾ ആരാന്നാ ചോദിച്ചേ? നീ സെക്യൂരിറ്റി അല്ലേ? ഞാൻ സെക്യൂരിറ്റിയാ. നിങ്ങൾ ആരാന്ന് പറ. നിന്നോട് പറഞ്ഞില്ലേ ഞാൻ സെക്യൂരിറ്റി അല്ലെന്ന്? പാണ്ടാറക്കാലൻ. നിക്ക്, ഞാൻ മാനേജർക്ക് ഫോൺ ചെയ്യട്ടെ. അയ്യോ സാറേ, എന്നെ കൊല്ലല്ലേ, എന്നെ വിട്ടേക്കണേ. അയ്യോ, എന്നെ വിട്ടേക്കണേ. ഇപ്പോ ഞാനാണ് സെക്യൂരിറ്റി. വെയിറ്റർ. ശിൽപ, why are you looking so nervous here? നത്തിങ്, ഒന്നുമില്ല. You are. അത് ഇരിക്കുന്നത് വേൾഡ് കപ്പ് ട്രോഫി അല്ലേ? Yeah. പൊക്കിയിരിക്കുന്നു. വെരി നൈസ്. നിനക്ക് ആ വേൾഡ് കപ്പ് ട്രോഫിയുടെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടോ? എനിക്ക് ആ കപ്പ് തന്നെ വേണോടാ, മൊട്ടത്തലയാ. റൈറ്റ്. ഇവന്റെ ഒരു ശല്യം. ചിറ്റപ്പന് വേറെ ജോലിയില്ല. പറയറ്റപ്പാ. ശിവ, അഞ്ജലി എന്റെ ഫോൺ കട്ട് ചെയ്യുന്നു. ഉള്ളിൽ ചെന്ന് എന്താ നോക്ക്. ഡൗട്ട് ഉണ്ട് എനിക്ക്. ഒറ്റയ്ക്കൊരു കൂട്ടത്തില് ചുറ്റും ഒഴുകുന്ന കുഞ്ഞു കുഞ്ഞു പട്ടം പോലെ വട്ടവട്ട മുഖത്തില് കെട്ടി കെട്ടി മറിയുന്ന എട്ടും പൊട്ടു തിരിയത്ത പെണ്ണാണ്. എന്നിലെ എരിയുമീ ഒട്ടാസ് നീയാണ്. നുകരുവാൻ കാത്തോരാ പൂന്തേനോ ഞാനാണ്. വിരലിനാൽ മലയിടും വർണ്ണവും നീയല്ലേ. പടരുമാ സിരയിലെ ലഹരിയും ഞാനല്ലേ. കണ്ണാല് നെഞ്ചു കുത്തി പോയാലോ ഉയിരിലോ താങ്ങൂല. വാക്കാലെ കാതൽ തൊട്ടുപോയോ നിരക്ക് ഞാനടി. ഇരുട്ടുവാക്കിലെല്ലാം എല്ലാം പകത്തെടുത്ത അപ്പാതി ഞാൻ താനേ. ഒറ്റക്കിരി ഒരു നേരം എന്നിൽ പടർന്നത് നീയാണടി. വട്ടത്തില് ചുറ്റും ഒഴുകുന്ന വട്ടവട്ട മുഖത്തില് കെട്ടി കെട്ടി മറിയുന്ന നിൽക്കുന്നില്ലേ, നമ്മുടെ പ്ലാൻസ് എല്ലാം കുളമാവും.
ചിറ്റപ്പന് ബുദ്ധിയും കൂടുതലാ, നീ പറയുന്ന പോലെ നാക്കും കൂടുതലാ. അയാളുടെ വഴിക്ക് പോയി കപ്പ് പൊക്കിയിട്ട് കൃത്യസമയം വരുമ്പോൾ അയാളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ആ രണ്ടുപേരെ കാര്യമാക്കണ്ട. അവസാനം നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. പറയൂ ചിറ്റപ്പ. നീ അഞ്ചിലേക്കുണ്ടോ? എന്താ പറഞ്ഞേ? അവളോടാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അകത്ത് കപ്പുണ്ടോ ഇല്ലയോ? കപ്പ് ഇവിടെ ഇല്ല. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? കപ്പ് ഇവിടെ ഉള്ളത് തന്നെയാണ് നമുക്ക് സേഫ്റ്റി. ഞാൻ പോയി 10 മിനിറ്റിനകം ടിയർ ഗ്യാസ് എടുത്തോണ്ട് വരാം. കപ്പ് നമ്മൾ പൊക്കുന്നു. ഉച്ചത്തിൽ ചൊല്ലാതെ ഞാൻ നിനക്ക് മുത്തങ്ങൾ നൽകാമടി. നെറ്റിക്ക് ചാത്താകും ഈ മനസ്സിൽ മുത്തങ്ങൾ പൂവാകുമോ? വെട്ടത്തിൽ നോക്കുമ്പോഴും മനസ്സിൽ വർണ്ണങ്ങൾ വന്നാലടി. വർണ്ണങ്ങൾ തേടുന്നിതോ ദൂരെ വന്നിടും നുര പോലെ. മോഹത്തിന്റെ നീരായി ചാരേ ഇങ്ങാടി വന്നില്ലേ. ഓടി വെച്ച സ്കോച്ചായി നീയും പങ്കിടാൻ. രാവിലായി കാണും സ്വപ്നം എഴുതുവാൻ ഞാൻ വന്നേ. ഊനില പാട്ടിൽ നാമീ മുത്തമാകാം. വാവാ ചേർന്ന് പുണരണ നാളായി. ആളമയക്കണ നിൻ വാക്ക്. നിന്റെ ഓർത്ത് പാതി വയസ്സിൽ കള്ള പറഞ്ഞ് ഇറങ്ങിപ്പോയി. നെഞ്ചിനുള്ളിൽ അന്നു മുതലേ കാത്തതാണീ നിന്റെ നോട്ടം. നിന്നെ കണ്ട് നിന്ന പോലെ ഉലകത്തിൽ വേറൊന്നുമില്ലെന്നല്ലോ. പൂന്തേനു ഞാനാണേ. വിരലിനാൽ വരയിടും വണ്ണം നീ മധുരമോ നീയല്ലേ. ഒറ്റക്കിരി ഒരു നേരം എന്നിൽ പടന്നത് നീയാണടേ. നീ നിൽക്കുന്ന സെക്കൻഡ് ഫ്ലോറിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നു. കാണുന്നില്ല. ആശാനെ, വിജയമുദ്ര കൊണ്ടുപോകുന്നു. നോക്ക് 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 നോക്ക്, ഏത് റൂമിലേക്കാ പോകുന്നതെന്ന്. മാറി നിൽക്കൂ, മാറി നിൽക്കൂ, മാറി നിൽക്കൂ. മുതിർന്ന കന്യകയെ ഞാൻ ഇടിച്ചു. അറിയാതെ സംഭവിച്ചതാണ്. കരുണയുണ്ടാവണം. അവിടുന്ന് കരുണ കാണിക്കണം. നന്ദിനി, ഈ യുവകോമളൻ ആരാണ്? ഇത് സുരേഷ്. നീ എന്റെ പേര് സുരേഷ് എന്നാക്കിയോ? പേര് മാറിപ്പോയതാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ വന്ന ആളാണോ സുരേഷ്? സ്ഥിരമല്ലേ? എടാ പൊട്ട, അവൻ എന്നെ ഇടിച്ചു വീഴ്ത്തിയിട്ട് അവനോട് സംസാരിച്ചോണ്ടിരിക്കുക. വിവരം കെട്ടവൻ. റൂം നമ്പർ പറയടാ. നിങ്ങൾ രണ്ടാമത്തെ കളി തുടങ്ങിക്കോളൂ. ചെല്ലു. അയ്യോ, അവർ അപ്രത്യക്ഷരായല്ലോ. ഏത് മുറിയിലാണോ ആവോ. അപ്പങ്ങളെമ്പാടും ഒന്നിച്ച് ചുട്ടമ്മായി. അമ്മായി ചുട്ടത് മരുമോനുക്ക അപ്പം. ഇതല്ല ആശാനെ, 211 മുറി. 211 അതെ ആശാനെ. ഓക്കെ. ഹലോ ഗജ 211 ഉടനെ പോ. ഓക്കെ, 211 ഓൺ ദ വേ. ഗോയിങ്. ഹായ് ബ്രോ, ഹൗ ആർ യു? ഓ ഹായ്, ലോങ് ടൈം മാൻ. കപ്പ എവിടെ? അത് എനിക്കെങ്ങനെ അറിയാം? ബോസ്. Yes. യോക്കി. Thank you, boys. ഗുഡ് നൈറ്റ് ബോസ്. ഗുഡ് നൈറ്റ് ബോസ്. അപ്പോ കപ്പോ? വേൾഡ് കപ്പിന് ഇപ്രാവശ്യം ഞാനാണ് എസ്കോർട്ട്. ദാറ്റ്സ് ദി ICB പ്രോട്ടോകോൾ. ഇവന്റെ റൂമിലാ കപ്പുള്ളത്. നീ താഴെ ഞാൻ നോക്കിക്കോളാം. എന്റെ അമ്മോ, ഇത്രയും വലിയ മുറിയോ? ഇവിടെ എവിടെയാണോ കപ്പ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒരുപക്ഷെ കബോർഡിനകത്താണോ അതോ വാഷിംഗ് മെഷീനകത്താണോ? ഇവിടെ ഇല്ലല്ലോ. ഈ കപ്പൊക്കെ കാണുന്ന സ്ഥലത്ത് വെച്ചുകൂടായിരുന്നോ? അതെ, അങ്ങനെ തന്നെ. ജോൺ, 1 minute. Excuse me. Yes, baby. let's drink.
ഏ നിന്റെ ചിറ്റപ്പ വിളിക്കുന്നു. ഫോൺ കട്ടി. ഇവൻ എന്താ എടുക്കാത്തത്? തൊട്ടടുത്ത റൂമിലേക്ക് എന്താ ഇവര് പോകുന്നത്? നീ ഏത് റൂമിലാ ഇപ്പൊ ഉള്ളത്? 211 റൂമാടാ, പുറത്തു വാ. ടോപ്പ് ചെയ്ത് കൊടുത്ത എനിക്ക് സമാധാനം തരുന്നില്ല. അയാളെ കപ്പോ കിട്ടത്തില്ല. കുറച്ചു നേരം ഇത് നോക്കിയിരിക്കാം. എന്റെ പുത്ത് സോറി. It's okay. It's okay. Yeah. Which room? 420. I will see you. See ya. Nice casting. Bye-bye. ഏയ് ഗജേറ്റിയടാ. ഈ മുറിക്ക് താക്കോല്. അവൾക്ക് എന്തോ ഒരു പദ്ധതി ഉണ്ട്. എന്താടാ ഞാൻ അറിയാതെ പുതിയ ഗെയിം? അയ്യോ മനസ്സിലാകത്തില്ലേ? ഭാഗത്തും കൂടി സഞ്ചരിക്കണം. ഇതിന് എന്നെ വിശ്വസിച്ച 10 കോടി. പെണ്ണിന്റെ വാക്ക് കേട്ട് പുറകെ പോയാൽ കോടി പുതക്കേണ്ടി വരും. ചിറ്റപ്പ ഇങ്ങോട്ടൊന്ന്. എന്തിനാടാ? എന്താടാ കല്യാണം കഴിക്കണോ? അല്ല ചിറ്റപ്പ, ചിറ്റപ്പൻ പറഞ്ഞില്ലേ അവളെ ഫോളോ ചെയ്യാൻ. അതുകൊണ്ട് അവളുടെ പുറകെ പോയി എന്ത് ചെയ്യുന്നു നോക്കാൻ പോയതാ. ചിറ്റപ്പൻ എന്നെയാ സംശയം അല്ലേ? അത്രയുള്ള കാര്യം. വേറെ ഒന്നും നടന്നില്ലല്ലോ. പോ കൂൾ. വസ്ത്രങ്ങൾ വാങ്ങിയിട്ടാണോ കീറുന്നത് അതോ കീറിയിട്ടാണോ വാങ്ങുന്നത്? മുട്ടുകാൽ കാണുന്നു. ഡാ ഇനി ആണുങ്ങളോ അല്ലെങ്കിൽ പെണ്ണോ ഞാൻ അറിയാതെ എന്തെങ്കിലും തീരുമാനം എടുത്താൽ ഞാൻ പഴയ വഴിക്ക് പോകേണ്ടി വരും. പഴയ വഴി എന്ന് വെച്ചാൽ അകത്ത് വിളിച്ചോണ്ട് പോയി കൂമ്പൂരി എടുക്കുന്നത്. ഇന്നലെ നടന്ന അടിപിടിയിൽ ഇന്ന് ആ ഹോട്ടലിൽ ഫുൾ സെക്യൂരിറ്റി ഉണ്ടാകും. വീണ്ടും അങ്ങോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കപ്പ് സ്റ്റേഡിയത്തിൽ നിന്ന് വേണം എടുക്കാൻ. നാളെ നടക്കാൻ പോകുന്ന മാച്ചിന് ടിക്കറ്റ് കിട്ടുമെന്ന് നോക്ക്. ഹലോ, ഇയാളുടെ ഒരു കാര്യം. 10 ലക്ഷം പേര് കണ്ടോണ്ടിരിക്കുമ്പോ എങ്ങനെ കപ്പെടുക്കാനാ? ഇല്ല. എങ്ങനെ കിട്ടാനാ? നാളെ ആ വേൾഡ് കപ്പ് ഫൈനല്. അപ്പൊ ടിക്കറ്റ് നോക്കിയാൽ കിട്ടുമോ നമുക്ക്? നമുക്ക് കരിഞ്ചന്തയിലൂടെ ലഭിക്കുമോ എന്ന് നോക്കിയാലോ? കീറുന്നതാണല്ലോ എന്റെ തലമണ്ടയ്ക്ക്. ടിക്കറ്റ് അല്ലടാ കിട്ടാഞ്ഞത്, VIP പാസ് തന്നെയുണ്ടടാ. കൊച്ചിന്റെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലാടായിരുന്നു VIP പാസ് ഉണ്ടെന്ന്. ജനിച്ചതിന് ശേഷം ഇപ്പോഴാണ് ഒരു നല്ല കാര്യം ചെയ്തത്. ആശാനെ, ഈ സന്തോഷം നമുക്ക് ഏത്തക്കാപ്പം കഴിച്ച് ആഘോഷിച്ചാലോ? ഏത്തക്കാപ്പെന്ന് വെച്ചാ പഴംപൊരി. അവന്റെ സാഹിത്യം കേട്ട വയറിളകും. നോൺസെൻസ്. പറയൂ ചിറ്റപ്പ, ഇനി എന്താ ചെയ്യേണ്ടത്? നാളെ നീ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. സെക്യൂരിറ്റി എല്ലാം ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യാൻ വന്നാണെന്ന് പറയണം. ഉത്തരവ് ആശാനെ. മറക്കാതെ യൂണിഫോം ഇട്ടോണ്ട് പോണം. ആജ്ഞ പോലെ. ഈ വരുന്ന ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യയും ശ്രീലങ്കയുമായുള്ള വേൾഡ് കപ്പ് മത്സരം കാണാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചെന്നൈ ചേപ്പാക്കം മൈതാനത്ത് നടക്കാനിരിക്കുന്ന ഈ മത്സരത്തിന് വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി 500-ൽ പരം പോലീസുകാരെ വിന്യസിച്ചിരിക്കുകയാണ്. മാച്ച് 2:30 മണിക്ക് തുടങ്ങും. ഫസ്റ്റ് ഇന്നിംഗ്സ് തീരാൻ 6 മണിയാകും. അതിനുശേഷമാണ് ഫൈനൽ പ്രസന്റേഷൻ സെറമണി. കൊള്ളാം. നാളെ ഈ വിജയമുദ്ര വെക്കുന്ന സ്ഥലം ഒന്ന് കാണിക്കാം. ഉറപ്പായി സർ, വരൂ കാണിച്ചു തരാം.
പുലി മുരുകൻ. ഫസ്റ്റ് ഇന്നിങ്സ് കഴിയുന്നവരെ കപ്പ് ഇവിടെ തന്നെ ഉണ്ടാവും സർ. സെക്കൻഡ് ഇന്നിങ്സിന് കപ്പ് ഇവിടെ ഉണ്ടാവും സർ. മൂന്നാമത് എവിടെയായിരിക്കും? 2 ഇന്നിങ്സേ ഉള്ളൂ സർ, അതോടെ തീരും. ഓ, അപ്പോഴേക്കും കൊണ്ടുപോകണം. എന്താ? വിജയികൾ വിജയമുദ്ര കൊണ്ടുപോകണം. ഇന്ത്യ. അമ്മേ. വിജയമുദ്ര ഇവിടെ, പിന്നെ വിജയമുദ്ര അപ്പുറത്ത്, പിന്നെ ഇവിടെ സാറേ അപ്പൊ മനസ്സിലായില്ലേ? വരുന്നു, പൊക്കുന്നു, വിൽക്കുന്നു. താങ്ക് യു. ബഡ്ഡി പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇന്നിങ്സ് നടക്കാൻ പോകുന്നത് ഈ അണ്ണാ പൗലിയന്റെയും ഈ ഏലോവറിന്റെ നടുവിൽ ഈ ഭാഗത്തായിരിക്കും കപ്പ് വയ്ക്കാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്പറേഷൻ ഇന്ദ്രൻ. അഞ്ജലി, നീ എന്താ ചെയ്യണമെന്ന് വെച്ചാ കയ്യിൽ കൊടിയും പിടിച്ച് നീ ഡാൻസ് ചെയ്യുമ്പോ ഗാലറി മുഴുവൻ നിന്നെ മാത്രം ശ്രദ്ധിക്കണം. ഓക്കെ ചീഫ്? അപ്പോ അഞ്ജലി ഡാൻസ് കളിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹം. അഞ്ജലി, ആ ചെരുപ്പൂര്. നീയാണ് കപ്പ് എടുക്കേണ്ടത്. ഞാനോ? ചീഫ്, പ്ലാൻ ബി വല്ലതുണ്ടോ? അഞ്ജലി, എനിക്ക് പകരം നീ അവനെ കാറ് തുപ്പ്. ഓപ്പറേഷൻ ഇന്ദ്രൻ ഒരുപക്ഷെ ഫെയിലായാൽ 1 ഡൗൺ ബാറ്റ്സ്മാൻ ഇറക്കണം. അതായത് സെക്കൻഡ് ഇന്നിങ്സ് നടക്കുമ്പോ ഈ VVIP ഗാലറിക്കുള്ളിലായിരിക്കും കപ്പിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ അടുത്ത ഓപ്പറേഷൻ ചന്ദ്രൻ. ശിവ, അത് നീയാണ്. ആശാനെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഊരണം. അതായത് ഈ VVIP ഗാലറിയുടെ മെയിൻ പവർ സപ്ലൈ ഊരണം. അത്രേ ഉള്ളൂ. അടിപൊളി ചീഫ്, അടിപൊളി. അല്ല, നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ക്യാപ്റ്റൻ എന്താ ചെയ്യാറ്? അതെല്ലാവർക്കും അറിയാത്ത കാര്യല്ലേ. മിണ്ടതില്ല, ഞാനതല്ല പറഞ്ഞത്. ഇടിക്കുമായിരിക്കും. ഈ കളിയിൽ നിങ്ങൾ ഉറപ്പിയാൽ ക്ലൈമാക്സ് ഞാൻ വന്ന് കോളവാക്കും. 6 അടിച്ച് ഈ ഗെയിം ഞാൻ എങ്ങനെയെങ്കിലും ജയിപ്പിക്കും. ചെന്നൈയിലുള്ള പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ 5 പേർ അടങ്ങുന്ന സംഘമാണ് മോഷണം നടത്തിയതെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. അവർ ആരാണ്, എന്താണ് മോഷ്ടിക്കാൻ വന്നതെന്ന് പോലീസ് അതിവേഗത്തിൽ. ഇന്നലെ എന്റെ റൂമിൽ നിന്ന് ഓടിപ്പോയത് 5 പേരാണ്. അതില് 4 men and 1 bloody പന്ന. പെണ്ണോ? എന്താ പേര് പറഞ്ഞേ? ആരാണ് എന്താണെന്നൊന്നും ശരിയായിട്ട് കണ്ടില്ല. ഫേസിൽ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഐം ഷുവർ അവളുടെ പേര് ശില്പ. Run out, hit out, catch out, knock out. Run out, hit out, catch out, knock out. We'll go alive 5 seconds from now. Let's have a countdown rolling. 5. Run out, hit out, catch out, knock out. 3, 2, 1. We are live. Camera 27. Camera 19. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ഓപ്പറേഷൻ ഇന്ദ്രൻ ഓൺ. Well spin. Heads is the call. Heads it is Sri Lanka. നിത്യ, സൗജന്യമാണോ? കാര്യത്തിലേക്ക് കടക്ക, എന്താ വേണ്ടെന്ന് പറ. ഇവിടെ ജോർജ് എന്ന നാമമുള്ള ആരെങ്കിലും വന്നിരുന്നോ? കണ്ടാൽ എങ്ങനെ ഇരിക്കും? അദ്ദേഹത്തെ കാണാൻ ആൽമരത്തിന്റെ വണ്ണവും പനമരത്തിന്റെ ഉയരവും ചന്ദനത്തിന്റെ നിറവും പിന്നെ നിങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കാൻ തോന്നും എന്ന് പറഞ്ഞതാ. ഓ, അയാളോ? നേരെ മുകളിൽ പോയി ലെഫ്റ്റിലേക്ക് പോകും. വളരെ നന്ദി. അല്ല, നിങ്ങൾ എന്തിനാ കാണുന്നേ? ഉപേക്ഷിക്കപ്പെട്ടു. അതിമനോഹരിയാണ്. ഇവളെ ദർശിക്കുവാൻ ഇടയ്ക്കിടെ ഇങ്ങോട്ട് വരണം. ആ വൃത്തികെട്ടവൻ ഇതെവിടെ പോയോ ആവോ. കേരള മ്യൂസിയത്തിൽ നടന്ന മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് സാർ ഇത്. യാദൃശ്ചികമായി അവർ മാസ്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് മുഖം വ്യക്തമല്ല സാർ. അതുകൊണ്ട് ആളെ പിടികിട്ടുന്നില്ല സാർ. ഇവർ രണ്ടുപേരുമാണോ മെയിൻ സസ്പെക്ട്സ്? യെസ് സാർ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇവര് രണ്ടുപേരും മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചേ.
എന്നാൽ ഇവർ 2 പേരല്ല സാർ, മൊത്തം 5 പേര്. ആ 5 പേരില് ഒരു പെണ്ണുമുണ്ട് സാർ. ഈ ഗ്രൂപ്പ് തന്നെ എന്നെ എന്റെ വൈഫിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഇന്നലെ ഇവിടെ ഹോട്ടലിൽ നടന്ന അറ്റംപ്റ്റിലും ആ 5 പേർക്കും പങ്കുണ്ട് സാർ. കേരള മ്യൂസിയത്തിൽ നടന്ന അന്നത്തെ മോഷണത്തിനും ഇന്നലെ നടന്ന ഹോട്ടൽ ഇഷ്യൂവിലും ഇവരാണ് കാരണം തോന്നുന്നുണ്ടോ? ICB മെമ്പറെ ചോദ്യം ചെയ്തപ്പോ ആ പെണ്ണിന്റെ പേര് ശില്പ എന്നാ സാർ പറഞ്ഞത്. ശില്പ? എന്നാൽ ആ പെണ്ണിന്റെ പേര് ശില്പ എന്നല്ല, പോയോ എന്തോ അഞ്ജലി എന്നാ. യെസ് സാർ. ഇവൻ എന്തോ ഈടാകൂടം ഒപ്പിക്കുന്നുണ്ട്. അയ്യോ പറയടാ പുല്ലേ. ആശാനെ, ജോർജ് നിയമപാലകനെ കണ്ട് നമ്മുടെ കാര്യം തന്നെ ആയിരിക്കും ചർച്ച ചെയ്തത്. അവർ വളരെ അടുത്തു നിന്നാണ് സംസാരിച്ചത്. നമ്മുടെ കാതിൽ അന്നേ അവന്റെ തലയ്ക്കൊന്ന് കൊടുത്ത് ഒതുക്കേണ്ടതായിരുന്നു. മിസ്സായിപ്പോയി. ആദ്യം കയ്യിൽ കപ്പ് കിട്ടട്ടെ. അധികം വൈകാതെ നമ്മുടെ ചങ്ക് പറിച്ചെടുക്കുമോ ആശാനെ? അവന്റെ മെയിനൊക്കെ പിന്നീട് ഊരാം. ആദ്യം നീ ഇങ്ങോട്ട് വാ. VIP ബോക്സിലുള്ള മെയിൻ ഊരാ നോക്ക്. ആ നമസ്കാരം, ആശംസകൾ. നമസ്കാരം, ആശംസകൾ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ, അവസാനം എന്താ പറഞ്ഞേ? ആശംസകൾ. Alintar, Simon Topol. ഇല്ലട രാജ, നീ ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ നോക്കിയോ? അപ്പൊ അറിയാം. എന്താ ചേട്ടാ? വിടടാ വിടടാ, എന്നടാ വേണ്ട നിനക്ക്? രാവിലെ പച്ചവെള്ളം കുടിച്ചിട്ടില്ലടാ, എന്നെ വിടടാ, എനിക്ക് ഭജന പാടണോടാ. ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. വഴിമാറേ വഴിമാറേ. ഹലോ ചീഫ്, മറുകു വെച്ച് താടി വെച്ച് എന്നെ സംശയിക്കാത്ത രീതിയിൽ ഞാൻ ആള് മാറി വന്നിരിക്കുക. അയ്യാ മീൻ. And there's one superstar, MS Dhoni. But Sangakkara winning the toss and batting first. മ്യൂസിയത്തിൽ നിന്ന് എന്തൊക്കെയാടാ പൊക്കിയത്? ആദ്യം കൊതുക് ഞങ്ങളെ പൊക്കി. പിന്നെ ഞങ്ങൾ കുറെ സാധനങ്ങളും പൊക്കി. അതെല്ലാം എവിടാ വെച്ചേക്കുന്നേ? ആശാന്റെ പാതാളത്തിലെ അടിത്തട്ടിലെ അറിയിൽ. എന്താടാ ഹെഡിന്റെ അടിത്തട്ടില്? എടാ ആളെ കളിയേക്ക മനസ്സിലാവുന്ന പോലെ പറയടാ. എല്ലാം കാലത്തിന്റെ കോലം. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാള ഭാഷ തന്നെയാണ്. അടുത്തൊരൊറ്റ അടിയിലുണ്ടല്ലോ നീ ചന്നം പിന്നെ ചെതറിപ്പോ. എവിടെയാടാ നിന്റെ ഗ്രൂപ്പ്? മത്സരം കാണാൻ മൈതാനത്തിൽ പോയിരിക്കുകയാണ്. സ്റ്റേഡിയത്തിലോ? ക്യാമറ 12. ക്യാമറ 2. ക്യാമറ 4. യാ, ഐ ആം റെഡി. പവലിയൻ പോവാണ്. അഞ്ജലി, നമ്മുടെ പ്ലാൻ എല്ലാം ക്ലീൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? നിന്റെ കയ്യിൽ കൊടിയുണ്ടോ? കയ്യിലുണ്ട്. ഓക്കെ. ക്യാമറ 16. ക്യാം 21. സ്റ്റേഡിയത്തിന്റെ ക്യാമറ കൺട്രോൾ മുഴുവൻ എനിക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. മൊത്തം എത്ര ക്യാമറയുണ്ട്? മൊത്തത്തില് 64 ക്യാമറ ഉണ്ട്. ഏത് ക്യാമറയാണ് കപ്പിന് നേരെ ക്ലോസപ്പിൽ വെച്ചിരിക്കുന്നത്? ക്യാമറ 26. Hack that camera. All right. ക്യാമറ 26 ഇപ്പൊ എന്റെ കൺട്രോളിലാണ്. ഇപ്പൊ റെക്കോർഡ് ചെയ്ത ഈ 3 മിനിറ്റ് വീഡിയോ തന്നെയാണ് ലൂപ്പിൽ ഓടിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. ഇനി ആര് കപ്പിനടുത്ത് പോയാലും ലൈവ് ടെലികാസ്റ്റിൽ കാണില്ല. സീനാണ് മോനെ. ക്യാമറ 5. We are on. ലോകകപ്പ് മോഷ്ടിക്കാൻ പോയതോ? ഇനി അല്പസമയത്തിനുള്ളിൽ പവലിയൻ എൻഡിലുള്ള T3 ടെറസ് ഗാലറിയിൽ അഞ്ജലി കൊടിയുമായി വരുന്നതാണ്. അടുത്ത വിക്കറ്റ് എപ്പോഴാണ് വീഴുന്നത് അതാണ് നമ്മുടെ സമയം. നോ വേസ്റ്റ് ഓഫ് ടൈം. ഓൾ ഡീറ്റെയിൽസ് ഐ നോ. വിക്കറ്റ് വീഴുന്ന സമയത്ത് നിങ്ങൾ പറയും. ആ സമയത്ത് അഞ്ജലി കോടി വീശി കാണികളെ ഡൈവേഴ്സ് ചെയ്യും. ഐ ആം എ റൈറ്റ്? ഡൈവേഴ്സാ? നിന്റെ വായിലും മണ്ണിട്ട് മൂടണം. അത് ഡൈവേർട്ടഡാ. വാട്ട് എവർ ഇറ്റ് ഈസ്,
വെറുതെ എന്റെ ഫ്ലോ കളയല്ലേ. വിക്കറ്റ് വീണ ഉടനെ എല്ലാ ജനങ്ങളും കപ്പിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. ആ സമയം നോക്കി അഞ്ജലിയെ പൊക്കുന്നു. അഞ്ജലി എന്തിനാടാ പൊക്കുന്നേ? അതാണ് പ്ലാനെങ്കിൽ ഞാൻ പോകത്തില്ലായിരുന്നു. ചിറ്റപ്പനും കണക്കായി എന്റെ കൂടെ ഉള്ളവനും കണക്ക്. ഓ ആ കുളവായി. എന്താ ഇത്? സാറടിച്ചടിയിൽ ഇയാൾക്ക് വട്ടായി പോയോ? എടാ ഇത് വേൾഡ് കപ്പാ. ലോകം മുഴുവനും നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. ഈ മോഷണ ശ്രമകാരം പുറത്തറിഞ്ഞാൽ നമ്മുടെ നാടിന് തന്നെ നാണക്കേട്. അതുണ്ടോ ഇഡിയറ്റ്? ഓരോരുത്തന്മാർ ഇവിടെ കിടന്ന് ടെൻഷൻ അടിക്കുക. ശ്രീലങ്ക കപ്പ് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഇന്ത്യ കപ്പ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. അതിനു മുമ്പ് ഈ പന്ന നാറുകൾ കപ്പ് കൊണ്ടുപോകുന്ന എന്റെ പേടി. നമ്മുടെ ഒരു ഗതികേട് കണ്ടില്ലേ? അവരുടെ പക്കൽ നിന്ന് സൂചന ലഭിച്ചയുടൻ പ്രമുഖ വ്യക്തികൾ ഇരിക്കുന്ന പ്രധാന വേദിയുടെ വൈദ്യുതി വിച്ഛേദിക്കണം. VIP ഏരിയയാണ് സാർ. കപ്പ് നിനക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയേക്കുന്നേ? കള്ളം കണ്ടില്ലേ? ഏമാനെ 11 ഇന്ത്യക്കാർ ചേർന്ന് പൊക്കിയാൽ അത് അഭിമാനം. അതേ വിജയമുദ്ര 5 ഇന്ത്യക്കാർ ചേർന്ന് പൊക്കിയാൽ അത് മോശമാണെന്നാണോ പറയുന്നത്? വ്യത്യാസം എന്താണ്? അവർ കളിച്ചും ഓടിയും നേടുന്നു, ഞങ്ങൾ എടുത്തുകൊണ്ട് ഓടുന്നു. എന്താ ശരിയല്ലേ? അത്രയും സെക്യൂരിറ്റിയും ക്യാമറയും ഉള്ളപ്പോ നീ എടുത്തോട്ട് പോടാ. തീർച്ചയായും എടുക്കും. എന്തെന്നാൽ അവർ കൊലകൊമ്പന്മാരാണ്. That's the moment. ക്യാമറ 26 റിസീവിംഗ് സർ. ബൗളറിന്റെ 200ാമത്തെ വൺഡേ ഇന്റർനാഷണൽ വിക്കറ്റ്. അങ്ങനെ റൈറ്റ് പാൻ ചെയ്ത് പെവിലിയൻ ടെറസിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണിക്കും. കമാൻഡ് റിസീവ്. ടാർഗറ്റ് ഇൻ ഫോക്കസ് സർ. പഞ്ച് ക്യാമറ 26. Hey, what's happening with camera 26? I repeat, target in focus sir. പെവിലിയൻ സ്റ്റാൻഡ്സിലേക്ക് പാൻ ചെയ്യാനല്ലേ പറഞ്ഞത്? സർ ഓൾറെഡി പാൻ ചെയ്തു സർ. പിന്നെ എന്തുകൊണ്ടാണ് ഫ്രെയിമിൽ കപ്പ് മാത്രം കാണുന്നത്? ക്യാമറ 8, you pan to the pavilion. Don't miss out her expressions. Quick. Command receive. പാർത്ഥസാരഥി. ക്യാമറ 26 എന്താ ഫ്രീസ് ആയി നിൽക്കുന്നത്? Go and check it, man. ചിറ്റപ്പ ഓപ്പറേഷൻ അബൌട്ട്. എന്താടാ പറയുന്നേ? പാർത്ഥസാരഥി എന്തായി? സർ ക്യാമറ 26നെ പുട്ടായി ലൂപ്പ് ചെയ്ത് ലൈവിൽ സ്വിച്ചിലേക്ക് പഞ്ച് ചെയ്യണം സർ. റീസെറ്റ് ഇറ്റ് മാൻ, ക്വിക്ക്. യെസ് സർ. ചിറ്റപ്പ ബ്ലൂടൂത്ത്. സർ ഓക്കെ. Camera 26, shift back to the cup. Punch camera 26. നീ കുടിയുടെ മോനെ. തുടയ്ക്കാൻ വന്നതാ. ചീഫ് കൈകാര്യം ചെയ്തോടെ. എന്റെ ദൈവമേ, മാന്യമായിട്ട് കമ്പിപ്പൂട്ട് തുറന്ന് ജീവിച്ച ഞാനാ. ഇപ്പൊ ലോകം മുഴുവൻ എന്നെ കണ്ടല്ലേ ഈശ്വര. Some crazy fan. Get back to your work, guys. ദൈവമേ. എടാ പ്ലാൻ മൊത്തം പാഴ. എന്താ ഇത്? എന്താ സംഭവിച്ചേ? പൊട്ടന്മാരാ. പെട്ടെന്ന് ഫീഡ് റീബൂട്ട് ചെയ്തു. ഹാക്ക് ചെയ്ത് വെച്ചതെല്ലാം പാഴായി പോയി. ഓപ്പറേഷൻ ഇന്ദ്രനല്ലേ പൊട്ടിയത്? ഇനി ചന്ദ്രനുണ്ടല്ലോ. ഇന്ദ്രനോ ചന്ദ്രനോ ഈ വെപ്രാളത്തിൽ നിങ്ങൾ എന്റെ ചിറ്റപ്പനാണെന്നുള്ള കാര്യം പോലും മറന്നുപോയി. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ പണി തീർന്നേനെ. ആട്ടെ, ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോന്നെ? സെക്കൻഡ് ഇന്നിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ, പറയാം. Mahela Jayawardene 103 not out of 88 deliveries.
പെവിലിയൻ കാർ പാർക്കിങ്ങിലേക്ക് അരമണിക്കൂറിനകം നിന്റെ ആൾക്കാരോട് വരാൻ പറ. പറ്റില്ലെന്ന് പറഞ്ഞാൽ നിന്നെ ഇവിടെ തന്നെ തീർത്ത് കളയൂടാ, പറഞ്ഞേക്കാം. ഭാഷണ യന്ത്രം തരൂ. ഇവന്റെ ഫോൺ എവിടെ? എന്താടാ, എത്തിയോ? നീ വാഹനങ്ങൾ നിർത്തുന്ന സ്ഥലം വരെ ഒന്ന് വരണം. എന്താന്ന് പറ. വളരെ അത്യാവശ്യമാണ്. 30 നിമിഷത്തിനുള്ളിൽ എത്തിയാൽ കൊള്ളാം. ഇത്ര വേഗത്തിൽ അവിടെ വരാൻ എന്താ കാര്യം എന്നാ ചോദിച്ചത്? സാഹചര്യം മോശമാണ്. എങ്ങോട്ടാ വരണ്ടേ? ഏത് ഭാഗത്താണെന്നോ? പെവിലിയൻ കാർ പാർക്കിങ്ങിലേക്ക്. പെവിലിയൻ കാർ പാർക്കിംഗ് പറയില്ല, അത് ആംഗലേയ ഭാഷയാണ്. അത് ഞാൻ ഉച്ചരിക്കില്ല. ലൈനിലുണ്ടോ ഇല്ലേ? ഇപ്പോഴുണ്ട്. ഏത് കാർ പാർക്കിങ്ങിലാ? പെവിലിയൻ കാർ പാർക്കിംഗ്. ഞാനൊരു 15 മിനിറ്റിനകത്ത്. ഈ കിഴങ്ങൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ലല്ലോ. അല്ലേ ഗുരുക്കളെ, നിങ്ങൾ കാവൽക്കാരന് കീഴടങ്ങിയോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവർ കൊലകൊമ്പന്മാരാണ്. വിജയമുദ്ര ഞങ്ങൾ പൊക്കും. Good evening, Sanjay. Good evening, everybody. Virendra Sehwag has looked to hit. വിജയമുദ്ര ഞങ്ങൾക്ക്, വിജയമുദ്ര ഞങ്ങൾക്ക്. ഇവരാണോടാ നിന്റെ ഗ്രൂപ്പ്? അതെ. കൂട്ടത്തോടെ പിടിക്കൂടാ ഞാൻ. ബഡ്ഡിയെ തട്ടിക്കൊണ്ട് പോയതോ? അയ്യോ എടാ, അവൻ നമുക്ക് ജീവൻ തന്ന് സഹായിച്ച ചങ്ങാതിയല്ലായിരുന്നോ? അവനെയാണോ പോലീസുകാർ അറസ്റ്റ് ചെയ്തത്? അതുകൊണ്ട് നമ്മളെ തട്ടിക്കൊണ്ട് പോവാ. ഒരു കാര്യം ചെയ്യും, നമുക്ക് വീട്ടിൽ പോവാം. അത് പിന്നെ പ്ലാനിൽ ഒരു മാറ്റമില്ല. അടുത്ത ഓപ്പറേഷനിൽ ചന്ദ്രനെ ഇറക്കാം. യോ എടാ, ചന്ദ്രന്റെ ഓപ്പറേഷൻ അഞ്ജനെ പോയി കണ്ട് നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത തലയിടുന്നേ? മര്യാദക്ക് വരുന്ന നല്ലത്. കപ്പ് നമ്മൾ പൊക്കിയിരിക്കും. വാ. എന്തൂരാണെന്നാ അതിന് പീസൂരി തന്നെ പോലീസ് പിടിച്ചോണ്ട് പോയില്ലേ? ഇനിയിപ്പോ ആര് പീസൂരും പറ? നിന്റെ കൈ മാങ്ങ പറിക്കാൻ പോവും. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ചത്തുപോകും. നീ തന്നെ ഓഫ് ചെയ്യണം. ശരി ശരി വെക്കേ. അതിന്റെ ഇടയിൽ ഇത്. Lassit Malinga in his fourth over. Outside edge and taken. Good low catch by Kumar Sangakkara, and just watch out for the celebration. Lassit Malinga is unstoppable. 50 for Gautam Gambhir, and it's a very well paced innings this under pressure. ബ്രോഡ്കാസ്റ്റ് കൺട്രോൾ റൂമിൽ പോയി ഇൻഫോം ചെയ്യും. Okay sir. In the air, gone, brilliant. പവർ റൂം തുറന്നിട്ടിരിക്കുന്നു. പഞ്ച് 20. You focus on bowler. എല്ലാത്തിനും നമ്മുടെ ഗാർഡ്സിനെ അലർട്ട് ചെയ്ത് നോക്കണം. ഞാനിപ്പോ വരാം. ഓക്കെ ജോർജ്. ശിവ, Smashed away. Absolutely heaved into the leg side. Yes, he was eyeing that spot, and it was hit extremely hard. It didn't get the elevation probably he was looking for. It went flat as a tank just over the... എടാ ശിവ, VIP ഗാലറി അല്ലേ? ഞാൻ കണ്ടുപിടിച്ചടാ. എടാ കമ്പി, ഇവിടെ എല്ലാം സെറ്റാ. ഞാൻ കൗണ്ട് ഡൗൺ എണ്ണി തീർന്നാൽ ഉടനെ തന്നെ നീ ആ പവർ ഓഫ് ചെയ്തേക്ക്. By Gambia. Gautam! 5 4 പറഞ്ഞു തൊലക്കടാ. 3 2 1 പവർ ഓഫ്. ശിവ, എന്താ പറ്റിയേ?
2, 1. India! എൻ്റെ അമ്മോ, ആ തോക്കിൻ്റെ ഒരു വലിപ്പം കപ്പെങ്ങാനും പൊക്കിയിരുന്നെങ്കിൽ വെടിവെച്ച് പുകച്ചേനെ. ശിവ, എന്താ പറ്റിയേ? என்ன கொடுமை சார் இது. കപ്പെടുത്ത് മാറ്റിയോടാ. പോടാ വിവരം കേട്ടാനെ. അയ്യോ, ഈ VIP ഗാലറി ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോ ആ VIP ഗാലറിയാണ് ഓഫ് ചെയ്യുന്നത്. പോടാ ശിവ, VVIP ഗാലറിയുടെ പീസ് ഇനി ഒന്നും കൂടെ ഉണ്ട്, അത് ഓഫ് ചെയ്യട്ടെ. ഒരു പുല്ല് നീ ഉണ്ടാക്കണ്ട. ലൈനി പ്രശ്നമുണ്ട്, കറണ്ട് ഓഫീസിൽ വിളിക്കടാ. എന്നെ എന്തിനാ ചീത്ത? ഞാൻ വരുവാ. റെസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം. They played it in the right spirit, but also the other person you should think of is Gary Kirsten, the coach of India. You know, what a way for him to leave his team. Absolutely magnificent. Dhoni finishes off in style. A magnificent strike into the crowd. India lift the World Cup. After 28 years, the parties start in the dressing room. And it's an Indian captain who's been absolutely... ഗജ, നീ എവിടെയുള്ളേ? VIP റൂമിൽ ഞാനുണ്ട്, പണ്ടാരടങ്ങാൻ വാ. വരാൻ നിക്ക്. നിനക്കൊക്കെ ഒരു കള്ളനാവാൻ പോലും യോഗ്യതയില്ലല്ലോടാ. ഒരു കപ്പ് പോലും ഓടിക്കാൻ അറിയില്ല. ഇവരാണോടാ നിന്റെ ആളുകള്? അതെ, കൂട്ടത്തോടെ ഞാൻ പിടിക്കൂടാ. The party begins! The Indian team have finally reached the moment they can lift the trophy. ഞാൻ എടുക്കേണ്ട കപ്പ് താണ്ട അവരെടുത്തിരിക്കുന്നു. അല്പസമയത്തിന് മുമ്പ് അങ്ങോട്ട് നോക്ക് ഫിഫ ജീവേ. ഗ്രൗണ്ടിൽ നടന്നിരുന്ന വേൾഡ് കപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ജയിച്ച ഇന്ത്യൻ ആണോ? ടീമിന് അങ്ങോട്ട് ഒറിജിനൽ നോക്ക്. കപ്പിന് പകരമായി ആ മുട്ട. റെപ്ലിക്ക എന്ന് പേരുള്ള ഡ്യൂപ്ലിക്കേറ്റ് കപ്പ് നൽകിയതിനാൽ ആരാധകരുടെ ഇടയിൽ സംശയം കൂടുതൽ വർദ്ധിക്കാൻ ഇടയായി. ഒറിജിനൽ പെർപെച്വൽ ട്രോഫി യൂഷ്വലി ടൂർണമെന്റ് കഴിഞ്ഞ ഉടനെ ദുബായിക്ക് എടുത്തുകൊണ്ട് പോകാനാണ് പതിവ്. പക്ഷെ ഈ തവണ കസ്റ്റംസ് വെയർ ഹൗസിൽ ഒറിജിനൽ ട്രോഫി സീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബട്ട് നത്തിങ് ടു വറി, ബിക്കോസ് ഒറിജിനൽ ഒരിക്കലും വിനേഴ്സിന് കൊടുക്കാറില്ല, റെപ്ലിക്ക മാത്രമേ പ്രസന്റ് ചെയ്യൂ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഉദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടി അടയ്ക്കാൻ വിസമ്മതിച്ചതിനാൽ പെർപെച്വൽ കപ്പ് എന്ന് അറിയപ്പെടുന്ന സ്വർണത്തിലുണ്ടാക്കിയ ഒറിജിനൽ വേൾഡ് കപ്പ് വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് ഓഫീസേഴ്സ് പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇവരെന്ത് തോന്നിയാ പറയുന്നേ? ഒരു കുന്തവും മനസ്സിലാകുന്നില്ലടാ. ഷേ, അന്നേ കരുതിയതാ ഈ വേൾഡ് കപ്പ് ട്രോഫിയിൽ ഓട്ടോഗ്രാഫ് ഇല്ല. എല്ലാം ഇപ്പോഴാണ് പറയുന്നത്, മിണ്ടി പോകരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തേടി വന്ന വേൾഡ് കപ്പ് ഇവിടെ ഇല്ലാത്രേ, വേറെ ഹൗസിലാ. അപ്പോൾ നമ്മൾ വൈറോസിൽ പോകുന്നു. ചിറ്റപ്പ, ഇപ്പൊ അവനിട്ട് പൂച്ചെയ്തുള്ളൂ ഞാൻ, അത് സേഫ് അല്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ആ കപ്പ് ഇതുവരെ ദുബായിക്ക് പോയിട്ടില്ല, അത് വൈറോസിൽ തന്നെയുണ്ട്. നമുക്ക് വേണ്ടി അത് കാത്തിരിക്കുകയാണ്. അവിടെ പോകുന്നു, പൊക്കുന്നു കപ്പ്.
ഒരുപക്ഷെ ICB-കാർ ഡ്യൂപ്ലിക്കേറ്റ് കപ്പായിരിക്കുമോ മേടിച്ചു വെച്ചിരിക്കുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് വേറെ, റെപ്ലിക്ക വേറെ. ഹലോ, കൺട്രോൾ റൂം. സ്ട്രോങ് റൂം ഇവിടെ തന്നെ കാണും. ചെയ്തിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്യ്. വെൽക്കം ഓഫീസേഴ്സ്. പോലീസ് ക്ലൈമാക്സിലാണ് വരാറുള്ളത്. അവരുടെ പേരുകളെ നിങ്ങൾ നേരത്തെ ഞെത്തിയല്ലേ? യു ആർ അണ്ടർ അറസ്റ്റ്. വി ആർ ഫ്രം കസ്റ്റംസ്. അപ്പൊ നിങ്ങൾ എന്റെ ചിറ്റപ്പനല്ലേ? ചിറ്റപ്പനോ കട്ടപ്പനയോ? ചിറ്റപ്പൻ എന്താ കസ്റ്റംസ് ഓഫീസർ ആയിക്കൂടെ? അയ്യോ, നിങ്ങൾ കസ്റ്റംസ് ഓഫീസർ ആയിക്കോ, എന്നെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നേ? അതെ, അതെനിക്കും പറയാനുള്ളത്. നാട്ടിലെ 4 ക്രിമിനൽസിനെ ജീവിക്കാൻ അനുവദിക്കില്ല. വിലങ്ങി ശരിക്കിട്. ശമ്പളം വാങ്ങിച്ചില്ലേ? ഒരുപാട് മുറുക്കല്ലേ സാർ? തലയാട്ടുന്നുണ്ടല്ലേ? നാണം കെട്ടാൻ. വക്കീലിന്റെ നമ്പർ മറന്നുപോയി. അഡ്വക്കേറ്റിനെ കാണണം. ചെന്നൈ പാലവാക്കത്തിലുള്ള സേതു, ശിവ, അഞ്ജലി, പത്മനാഭൻ, ഗജ എന്നിങ്ങനെ 5 പേർക്ക് 5 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കിയിരിക്കുന്നു. നിയമവിരുദ്ധമായി അവരുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുക്കുവാൻ പോലീസിനോട് ഹൈക്കോടതി ഉത്തരവിട്ടു. തലമുടി തൊട്ട് ഇടുന്ന ഷൂ വരെ കൃത്രിമോ? ഇവനെയൊക്കെ ജോർജ് സാർ, ഇതൊക്കെ ഞങ്ങൾ അടിച്ചു മാറ്റിയതാ. നിങ്ങൾ എടുത്തോണ്ട് പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതെ, അത് ഞങ്ങൾ കള്ളത്തരത്തിൽ അത് ഞങ്ങളുടെ സ്വന്തം പൈസ കൊണ്ട് ആക്രിക്കടയിൽ നിന്ന് മേടിച്ചൊരു ഡ്യൂപ്ലിക്കേറ്റ് കപ്പാണ് സാർ. നിയമപ്രകാരം നിങ്ങൾ കൊണ്ടുപോകുന്നത് തെറ്റാണ് സാർ. എന്നോട് നിയമം പറയുന്നല്ലേ? മനുഷ്യനായ നേരും ശരിയാണ് സാർ. 5 പേർക്ക് ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റും? പാഞ്ചാലിയാണോ? അഞ്ജലി, അതെ ചീഫ്, നിയമത്തെ കുറിച്ച് പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലേ? ഇതാരും ചെയ്യാത്ത പണിയാണോ? അത് നമ്മുടെ വേദമോതുകയാണ് കുട്ട. ആശാനെ, ആ വിരലൊന്ന് കാണിച്ചേ. ഇത് വിരലാടാ. ഈ വിരലുകളില്ലേ ഈ വിജയമുദ്ര തൊട്ട് തലോടിയത്? ഇതിലും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അവസാനം നമ്മുടെ കൈകളിൽ എത്തിയത് ഈ സൗകാർപേട്ടിലെ വിജയമുദ്രയാണ്. നീ എനിക്ക് തന്ന ഉമ്മ ഇവിടെ കൊടുക്ക്. ചീഫേ, നമ്മുടെ മറ്റേ കപ്പിനെ കുറിച്ചല്ല പറഞ്ഞത്. ദുബായിൽ ഇരിക്കുന്ന കപ്പ, ഒറിജിനൽ കപ്പ്, അതിനെ കുറിച്ചാ പറയുന്നേ. മഡൻസ്, ഇതാണാ മക്കളെ ആ ജിങ്ക് ചിക്ക ഒറിജിനൽ. ഇവിടെയുണ്ട്. ഇത് കണ്ടോ? മാറ്റടാ സ്റ്റിക്കർ. ഡ്യൂപ്ലിക്കേറ്റ് അവിടെ കൊണ്ടുപോയി. അവിടെ വാ. വെൽക്കം ഓഫീസേഴ്സ്. നോ റിലേഷൻഷിപ്പ്. അറസ്റ്റ് ചെയ്യും. നിർത്തറ നിന്റെ വായ്ത്താളം. അതേ സ്റ്റിക്കർ. ഇതാ ബായി ഉണ്ടാക്കി കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് കപ്പ. നേരത്തെ ഞാൻ ആ കടയിൽ പോയിട്ടുള്ളതാ. നമ്മൾ കൃത്യസമയത്താണ് വന്നത്. ഒറിജിനൽ എടുത്ത് അവിടെ വെക്ക്. അത് ക്യാരറ്റ് ഇല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ്. ഇനി ഉമ്മ കൊടുത്താട്ടെ. ഉമ്മ വേണ്ട, നക്കിക്കളയാം. ഗുഡ് ജോബ്. താങ്ക് യു സാർ. സാർ, അവരോടൊക്കെ വന്ന് വണ്ടി കയറാൻ പറ. ദുബായിൽ ചെല്ലേണ്ടിയിരുന്ന ദ ഒറിജിനൽ പെർപ്പച്വൽ കപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തേടി ഈ ടേബിളിൽ തന്നെ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ സീക്രട്ട് കളക്ഷൻസിനിടയിൽ ഈ കപ്പ് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. വാട്ട് യു സേ? വേണമെങ്കിൽ ഒരു 2000 രൂപ കുറച്ച് മേടിച്ചാലോ? പിച്ച എന്നെയാ? നിന്നെ കുറിച്ചാണ്. എടാ ഉണക്കുന്നൊക്കെ
ഗവാസ്കർ ധരിച്ച ബനിയൻ. അവൻ അത് അലക്കാനിട്ടതാണെന്ന് അറിയില്ല. എന്നാൽ ഗവാസ്കർ ഉപയോഗിച്ചുകൊണ്ടാണ് 4 പേര് കാണട്ടെ പറഞ്ഞ് തൂക്കിയിട്ടിരിക്കുന്നത്. ഗാംഗുലിയുടെ ഗാർഡ് എവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്? സോ ഡീൽ ഓർ നോ ഡീൽ? ഐ ആം ഹാപ്പി. ഡീൽ. യെസ്. எங்க இருக்கு திருட்டு தானா அங்க இருக்கு கட்டம் கட்டி திட்டம் போட்டு கட்டு கட்டா திருடும் போது திட்டம் போட்டு திருடுற கூட்டம் இப்ப திணற விட்டு ஆட்டம் காட்டும். ഓ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. എന്ത് ചെയ്യും, ഏത് ചെയ്യും? ഈ പീടികയുടെ വില എന്താണ്? ഉടൻ തന്നെ കാശ് എണ്ണിത്തരാം. ആശാനെ, ഇത്രയും പണം നേരിട്ട് കണ്ടപ്പോ എന്റെ കൈയും കാലും ചലിക്കുന്നില്ലേ? അത് ചലിച്ചോളൂ. എടാ ശിവ, എന്റെ ഫോൺ എന്തി? അവിടെയല്ലേ വെച്ചത്? ഇവിടെ ഇല്ലല്ലോ. സോറി, ഒന്ന് പിടിച്ചേടാ. അവന്റെ എച്ചിൽ ചായ ഞാൻ കുടിക്കും. നമ്മുടെ ഗാന്ധിജി എല്ലാ നോട്ടിലും ചിരിച്ചോണ്ടിരിക്കുന്നെങ്കിൽ ജനം ചിരിക്കുമായിരുന്നു. എന്താടാ കുളുകുളാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? കാശിന്റെ കാര്യം പറയുമ്പോ വിവരമില്ലാത്ത മാറി. ഇങ്ങോട്ട് വാടാ. വന്നേടാ ഇങ്ങോട്ട്. വരുന്നുണ്ട്. ചിറ്റപ്പ. എന്താടാ, ടാറ്റ പറഞ്ഞിട്ട് പോകാൻ വന്നാണോ? ഇല്ല ചിറ്റപ്പ. സർ, 2200 അഞ്ജലി, നീ പോയി രണ്ടാമത്തെ കെട്ടിന്ന് 3 നോട്ട് എടുത്തു കൊടുത്തേ. സർ, 1000-ന്റെ നോട്ട് നിരോധിച്ചു. ഇപ്പോഴാണ് സാർ ന്യൂസ് വന്നത്. 1000-ന്റെ 500-ന്റെ നോട്ടുകൾ നിരോധിച്ചതായി PM അറിയിച്ചു. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഇനി മുതൽ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി മുതൽ ഈ നോട്ടുകൾ പിൻവലിക്കാനാണ് ഗവൺമെന്റിന്റെ തീരുമാനം. ഇനി കുറച്ചാൾ പെട്രോൾ പമ്പിൽ മാത്രമേ എടുക്കൂ എന്നും പറഞ്ഞ 10 കോടി രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ പറ്റൂടാ? നിരോധിച്ച നോട്ടോ? എന്താ നിരോധിച്ച നോട്ടോ? ഉണ്ടായിരുന്നത് 5 കപ്പ്. ഒരു ഡീല് വേസ്റ്റ് ആയി പോയി. ബാക്കി 4. അംബാനിക്ക് ട്രൈ ചെയ്തിട്ട് കോള് പോകുന്നു. ഞാനൊന്ന് ട്രൈ ചെയ്താലോ? നീ ഒന്ന് ട്രൈ ചെയ്യ്. ആശാനെ, അപ്പൊ ആ കേക്കിയുടെ കയ്യിൽ കൊടുത്ത വിജയമുദ്രയോ? Why is it sticky? ക്ലിപ്തം മുംതാസ് പഴയ സാധനങ്ങൾ വിൽക്കുന്ന കട, സൗക്കാർപേട്ട. ഓ, അപ്പൊ ആ കേക്കേക്ക് കൊടുത്തതോ? ഉടായ്പ പീസായിരുന്ന? അപ്പോ ഒറിജിനൽ കപ്പ് എവിടെ? അത് തന്നെ. ഒന്നാം തരം ചോദ്യം. മറുപടി പറയൂ ആശാനെ. വീട്ടിൽ പോയി കമന്ന് കിടന്ന് ആലോചിച്ച് നോക്ക്. കമന്ന് കിടന്ന് ആലോചിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് വന്ന് മറ്റൊരു ഷോ കണ്ടോ. ക്യാമറ റോളിംഗ് ആക്ഷൻ. എന്തെല്ലാം ചെയ്തിരിക്കുന്നു, ഇത് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അയ്യോ, Off stump goes for a toss. Run out, hit out, catch out, knock out. Run out, hit out, catch out, knock out. Run out, hit out, catch out, knock out. കാത്തോടെ ഒന്നൊന്നായി താഴേക്ക് വീഴാതെ. Run out, hit out, catch out, knock out. കാത്തോടെ ഒന്നൊന്നായി താഴേക്ക് വീഴാതെ. പെട്ടിയെല്ലാം കെട്ടി വെച്ചു. ലവ് ലെറ്റർ കാട്ടി എന്റെ പിന്നാലെ നീ പോന്നിടുന്നേ. ആടിയ ചോട് നമുക്ക് 1000-മായി പങ്കിടണം എന്നോ നിന്റെ കാലിൽ കണ്ട താളം നാളെ വേണം. പിന്നെ കോട്ടകൾ കെട്ടി അതിൽ വെച്ചതെല്ലാം ചുട്ടു തിന്ന്. ആർട്ടിസ്റ്റ് വന്നാൽ ഒരു സല്യൂട്ട് എന്നും വെച്ചേക്കണം. മാമനും മച്ചാനും 1-2 ഒന്നിച്ചെണ്ണും മിച്ചം വന്നാൽ
ഇഷ്ടപ്പെട്ട പാട്ടും പാടിക്കൂടാം പീറ്റർ വന്നാൽ അവൻ എല്ലാ പാട്ടും പാടി പോകും ബൈക്കിൽ കേറി അവൻ ഫ്രണ്ട് വീലും പൊക്കി പാറും നാടാൻ തല്ല ടപ്പാൻ കുത്ത് ഇറക്കി വിട്ട് തുറയിട്ട് നല്ല വിഷ്വൽ എല്ലാം നോക്കി സിക്സർ തൂക്കാൻ ഒരു ബേബി അവർ കിട്ടുന്നില്ലേ വീട്ടിലെ പെണ്ണോ ഒരു കണ്ണാടിയും പൊട്ടിക്കുന്നു അയ്യോ ചെന്ന ചൂടിൽ പെണ്ണും കാതിൽ കൈകൾ ചൊല്ലി എന്താ എന്തൊരു ശല്യാണ് സാറിത്. കൊള്ളാം കൊള്ളാം കൊള്ളാം.